ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രത്തിന്റെ തീരത്തുകൂടി നടന്നു പോവുകയാണ്. ആരും വരാത്ത സമുദ്ര തീരത്തൊരു മനുഷ്യൻ ഇരിക്കുകയാണ്. ആ മനുഷ്യന് 2 കണ്ണുകളില്ല, അവന് 2 കാലുകളില്ല, അവന് 2 കൈകളില്ല, 2 കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത, 2 കൈകളില്ലാത്ത, 2 കാലുകളില്ലാത്ത ഒരു മനുഷ്യന് സമുദ്രത്തിന്റെ തീരത്തിരുന്നു കൊണ്ട് അയാൾ പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടെ 2 ശബ്ദമേ കേൾക്കാനുള്ളൂ. ഒന്ന് കടലിന്റെ തിരമാലയുടെ ആരവമാണ്, മറ്റൊന്ന് ഈ മനുഷ്യന്റെ ചുണ്ടുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ, എന്തിനാണ് നീ അല്ലാഹനെ സ്തുതിക്കുന്നത്? അല്ലാഹ് നിനക്ക് ദുഃഖമല്ലേ നൽകിയിട്ടുള്ളൂ? നിനക്ക് 2 കണ്ണില്ലല്ലോ, നിനക്ക് 2 കാലില്ലല്ലോ, നിനക്ക് 2 കൈകളുമില്ലല്ലോ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ സ്തുതിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു എനിക്കല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യത്. കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോ, അള്ളാന്റെ പരലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, കൈകൊണ്ട് ചെയ്തതിന് എനിക്ക് വിചാരണയില്ല, കണ്ണുകൊണ്ട് കണ്ട ഹറാമുകളില്ല, കാലുകൊണ്ട് നടന്ന ഹറാമുകളില്ല. പരലോകത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് ഹിസാബ് പറയണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വേണ്ട സഹോദരങ്ങളെ, കുഴപ്പമില്ല, അള്ളാഹു നിനക്കൊന്നും നൽകിയിട്ടില്ലയോ? ചെറ്റപ്പുരയിലാണോ നീ കിടന്നുറങ്ങുന്നത്? ഈത്തപ്പന മരത്തിന്റെ തെങ്ങിന്റെ ഓല വിരിച്ചിട്ടാണോ നീ കിടന്നുറങ്ങുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാ പരാധീനതയും തന്നാൽ എന്തിനാണ് നമ്മളിത് പറയുന്നത്? അറിയുമല്ലോ, ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലിരുന്ന് പാതിരാത്രിയിൽ നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകന്റെ മകളായ ഫാത്തിമാന്റെ 2 കുട്ടികളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. 2 പേരും മുലകുടി പ്രായമാണ്. രാത്രിയിൽ റസൂലുള്ള നിസ്കരിക്കുമ്പോ അതാ വീടിന്റെ ഉള്ളിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നോക്കുമ്പോ തന്റെ പേരമക്കളെ കിടക്കുന്നത് എവിടെയെന്നറിയോ? ആരോ കെട്ടിക്കൊണ്ടുവന്ന ഈത്തപ്പട മരത്തിന്റെ ഈത്തപ്പടം പായ്ക്ക് ചെയ്ത് കൊണ്ടുവന്ന ചാക്കിന്റെ മുകളിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കിടക്കുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ വിവർണമായി. അവിടെ കിടന്നുകൊണ്ട് ഈത്തപ്പടം പൊതിഞ്ഞുകൊണ്ടുവരുന്ന ചാക്കിൽ കിടന്നിട്ട് കുഞ്ഞുങ്ങൾ കരയുകയാ. കലൂര 7 വീട്ടിലാണ് ഈ അവസ്ഥയുള്ളത്. റസൂലുള്ളാഹി കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് വിളിച്ചു, മോളെ ഫാത്തിമ, ഇവിടെ വരുമോളെ, എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, അവര് വിശന്നിട്ട് കരയുകയാ നബിയേ. പാതിരാ പത്തും കുത്തിയ നേരത്ത് മുലകുടി പ്രായം കഴിയാത്ത കുട്ടികള് ചാക്കിന്റെ മുകളിൽ കിടന്നിട്ടുകൊണ്ട് വിശന്നുകൊണ്ട് കരഞ്ഞ ചരിത്രം പറയാറുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കഥയാണ് ഈ പറയുന്നത്. മുലപ്പാല് പോലും കുടിക്കാനില്ലാതെ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പത്ര ഫാത്തിമ, എന്തേ മോളെ അവർക്ക് തിന്നാനൊന്നും കൊടുക്കാത്തത്? നബിയേ, ഈ വീട്ടിലൊരു കാരക്ക പോലും ഇല്ല നബിയേ, എന്റെ കുഞ്ഞുമക്കളുടെ വായിൽ കൊടുക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ആഡംബരത്തിന്റെയും അത്യുപകാരത്തിന്റെയും മുകളിലോട്ട് നടന്ന് ലോകത്ത് വന്ന എല്ലാം വാരിക്കൂട്ടി കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി 5 നക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സുഖം തേടി അലയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവൂല. ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പുമറേറിയ പട്ടിക്കുട്ടികളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമുള്ള വല്ലാത്ത ആഗ്രഹത്തോടെ 1-ാം തീയതി ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിന്റെ വരാന്തയിൽ
കാണായിലൂടെ മദാമ പെണ്ണിന്റെ വേഷത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ തരുണീമണികൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. 3 നേരമല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് 300 റീചാർജ് ചെയ്താലും രഹസ്യകാമുകനുമായി ശ്രവണേന്ദ്രിയത്തിലോട് ചേർത്ത് വെക്കുന്ന മൊബൈൽ ഫോണുമായി സല്ലപിക്കുന്ന എന്റെ പെൺമണിക്ക് ഇത് പറഞ്ഞാ മനസ്സിലാകണമെന്നില്ല. ഫാത്തിമ 26 വയസ്സ് മാത്രമേ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന പെണ്ണാണ്. ഫാത്തിമ എന്ന് കേൾക്കുമ്പോൾ 26ാമത്തെ വയസ്സിൽ വഫാത്തായി പോയ തരുണീമണിയെ, ലലനാമണിയെ, പ്രവാചകന്റെ കരളിന്റെ കസനമേ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി പറയുന്നു, ഫാത്തിമ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നീ ഉമ്മയല്ലേ, നിനക്ക് ആ മുലപ്പാലൊന്ന് കൊടുത്തുകൂടെ? മുലപ്പാല് കൊടുക്ക് ഫാത്തിമ പൊന്നുമോൾക്ക്. പാതിരാവിന്റെ നിശബ്ദതയിൽ പൊട്ടിക്കരയുകയാണ് 2 കൊച്ചു കുഞ്ഞുങ്ങള്. എന്റെ ശബ്ദം കേൾക്കാനത്തെ കരൂരപ്പങ്ങളെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹി എന്ത് ചെയ്തു എന്നറിയുമോ? തന്റെ മകള് മുലപ്പാല് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് പിതാവാണെങ്കിലും നിൽക്കാൻ പാടില്ലല്ലോ. പിതാവിന്റെ മുമ്പിൽ മുലപ്പാല് കൊടുക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി അല്പനേരം മാറി നിന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുടെ കരച്ചിലൊരു ശമനമില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടി പൊട്ടി കരയുകയാണ്. റസൂലുള്ളാഹി വാതിൽക്കലോട്ട് വന്നു. പ്രവാചകന്റെ പള്ളിയും വീടും ചേർന്നാണ്. റസൂലുള്ളാഹി വാതിൽ വന്നൊരൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു, ഫാത്തിമ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുത്തില്ലേ ഫാത്തിമ എന്ന് ചോദിക്കുമ്പോ മറുപടി വരുന്നത് 2 തേങ്ങലുകളാണ്. നോക്കുമ്പോൾ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ വാതിൽപ്പടിയിൽ നിന്ന് മുഖം പൊത്തിവെച്ച് തേങ്ങലടിച്ച് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പോയി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മുഖം പിടിച്ചിട്ട് തന്റെ റിസാലത്തിന്റെ വിരൽ കൊണ്ട് പൊന്തിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാണ്. എന്തേ മോളെ ഫാത്തിമ കരയുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹിയോട് ഫാത്തിമ പറഞ്ഞത് എന്തെന്നറിയുമോ പെങ്ങളെ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞു നബിയേ. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞു നബിയേ. പട്ടിണി കിടന്ന് എന്റെ സ്ഥലങ്ങളിൽ മുലപ്പാല് വറ്റിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലേ ഭക്ഷണമൊന്നും കഴിക്കാറില്ലാതെ എന്റെ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിച്ചാല് അവരെ ചുണ്ടുകളിലേക്ക് എന്റെ സ്ഥലങ്ങൾ വെച്ചാല് മുലപ്പാലില്ല വറ്റിപ്പോയി എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. നമ്മൾ നമ്മുടെ മകളെ വിവാഹം കഴിച്ച വീട്ടിൽ ചെല്ലുമ്പോ മകള് പറയുന്നു പട്ടിണിയാന്ന് പറഞ്ഞാൽ ആ സമയത്തൊരു പിതാവിന്റെ മനസ്സെന്താണ്? പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് മകളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയും. തന്റെ മകള് പറയുന്നത് കേട്ട് അല്ലാഹുവിന്റെ റസൂല് കമീസിന്റെ പോക്കറ്റിൽ കൈയിട്ടാല് ഒരു കാരക്ക പോലും സ്വന്തമായിട്ടില്ലാത്ത മകളെക്കാൾ ദരിദ്രനായ പിതാവ് സ്വന്തം മകള് വന്നിട്ട് 1 മാസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുമ്പോ ആ സമയത്ത് കൊടുക്കാൻ ഒരു കാരക്ക പോലും പോക്കറ്റിലില്ലാതെ ദരിദ്രന്മാരിൽ ദരിദ്രനായി ജീവിച്ച പ്രവാചകൻ. നഫസീല് ഹേ നമഹൽ സറാ തെരി ഫർശ് ഹേ വഹീ ബൂരിയാ तेरी जिस्म पाक पीक कुबा वही तार तार है जा बजा तेरी जिंदगी तेरी कमाल है तेरी जिंदगी तेरी कमाल है. റസൂലുള്ളാഹി കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി കിടക്കുന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരത്തിൽ ഈ തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണാം. ഓല വിരിച്ചിട്ടാണ് കിടക്കുന്നത്. ബെഡില്ല, കട്ടിലില്ല, കുടിലില്ല, കൊട്ടാരമില്ല. എന്ന് പറഞ്ഞാല് കലൂർ ആരെങ്കിലും ഉണ്ടോ തെങ്ങിന്റെ മടല് താട വിരിച്ചിട്ട് കിടക്കുന്നവര്? റസൂലുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കിടന്നുറങ്ങി. റസൂലുള്ള എഴുന്നേൽക്കുമ്പോ ഓലയുടെ അടയാളം അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തിൽ കാണുമായിരുന്നു. ഇത്രയേറെ പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്നിട്ട് അള്ളാഹ് എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. രാത്രിയിൽ എന്റെ റസൂല്, എന്റെ നായകൻ എന്ത് ചെയ്തെന്നറിയോ? എല്ലാരും കിടന്നുറങ്ങുമ്പോ റസൂലുള്ള ഇരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് കാലില് നീര് വെച്ചു. കാല് മുഴുവനും പൊന്താൻ തുടങ്ങി. സഹധർമ്മിണി എഴുന്നേറ്റിട്ട് മനസ്സിന് ഉറക്കം വരുന്നില്ല ആയിഷാ ബീവിക്ക്. ഇതെന്തോ ഒരു നിസ്കാരമാണ്. ആയിഷാ ബീവി ചോദിച്ചു, നബിയേ എന്തിനാണ് നബിയേ ഇത്രയേറെ നിങ്ങൾ നിസ്കരിക്കുന്നത്? എന്തിനാ? എത്ര നാൾ കൊണ്ട് കേൾക്കുന്നതാണ്? റസൂലുള്ളാഹിയുടെ മറുപടി എന്താ? ആയിഷ അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിനോട് നന്ദിയുള്ള അൽഹംദുലില്ലാഹ്
എന്ന് പറയുന്നവനായി മാറന്റെ ആയിഷ. വലംതു സുന്നതമൻ അഹിയല്ലാമയില അനിഷ്തഖത് ഖദമാ ഹുർറാമിൻ വറമീ. ഒന്നുമില്ലാതിരിക്കുമ്പോഴും റസൂലുള്ളാഹി ഹംദ് മുടക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഏത് കാര്യം പറഞ്ഞിട്ടാണ് അൽഹംദുലില്ലാഹ് നാവിൽ നിന്ന് അടർത്തി മാറ്റുന്നത്? അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നവരാക്കട്ടെ. അപ്പൊ അനുഗ്രഹം പറഞ്ഞാൽ മാത്രമാണോ ചെയ്യേണ്ടത്? ആണോ? വിഷമം വരുമ്പോ പറയണം അൽഹംദുലില്ലാഹ്, വിഷമം വരുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ദുനിയാവിൽ നമ്മൾ ധാരാളം ദിക്ർ പറയാം. ഈ വിഷയം ഞാൻ അവസാനിപ്പിച്ചേക്കാം, സമയം വരുമ്പോൾ. സുബ്ഹാനല്ലാഹ് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. പരലോകത്ത് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒരു മുഅ്മിൻ പറയുന്ന ഏക വാക്ക് ഏതാണ്? പരലോകത്തും ദുനിയാവിലും ആഖിറത്തിലും ഒരേപോലെയുള്ള ദിക്ർ അൽഹംദുലില്ലാഹ് മാത്രമാണ്. ഈ ദുനിയാവിൽ പറയുന്ന രണ്ട് കാര്യങ്ങളെ നാളെ മഹ്ശറയിൽ പറയും. ഒന്ന് സലാമാണ്. ദുനിയാവിൽ പറയുന്ന കാര്യമേ നാളെ പരലോകത്തും ജനങ്ങളെ തമ്മിൽ കാണുമ്പോൾ പറയുന്ന രണ്ട് കാര്യമുള്ളത്. ഒന്ന് സലാമാണ്. അല്ലാഹു സലാം വ്യാപിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ, സലാം വ്യാപിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ പരലോകത്ത് പറയുമെന്ന് ഖുർആൻ. وبينهما حجاب وعلى الأعراف رجال يعرفونهم بسيماهم فنادى أصحاب الجنة أن سلام عليكم. സ്വർഗവാസികളെ കാണുമ്പോ അവര് പരസ്പരം പറയും അൻസലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഖുർആൻ ഞാൻ പറയുന്ന മുഴുവൻ ഖുർആനാണ്. സ്വർഗത്തെ കാണുമ്പോ സ്വർഗവാസികൾ കാണുമ്പോ പറയും അസ്സലാമു അലൈക്കും. സ്വർഗത്തിൽ വെച്ച് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? ദുനിയാവിൽ വെച്ച് എല്ലാവരോടും പറയണം. ഖുർആനിൽ തന്നെ നമുക്ക് തുടങ്ങാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ പ്രസിദ്ധമായ ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഒരു കൈയിൽ ഒരു ചാട്ടവാറുമായി കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് ഒട്ടിയ വയറുമായി കുറെ ഒട്ടകക്കൂട്ടങ്ങളെ തെളിച്ചുകൊണ്ട് ഒരു ഇടയ ബാലൻ നടന്നു നീങ്ങുന്നു. ഈ രംഗം നാം മനസ്സിൽ ആവാഹിച്ചെടുക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നുമല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ബിഫോർ 1400 years ago, ചിരപരിചിതമായ ലജ്നാൻ പർവ്വതത്തിന്റെ ചുവട്ടിലൂടെ മുമ്പിൽ നടന്നു പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ വയറു നോക്കി കൺപോളകളിലൂടെ കണ്ണുനീർത്തുള്ളികൾ തടം തല്ലി ആർത്തൊടുകുന്ന ഒരു ഇടയ ചെറുക്കൻ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് കയ്യിൽ ഒട്ടകത്തിനെ അടിക്കുന്ന ചാട്ടവാറും പിടിച്ച് നടന്നു പോകുന്ന ആ ഇടയ ചെറുക്കന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം അവന്റെ മനസ്സിൽ അവനെ എന്തൊക്കെയോ വല്ലാതെ പേടിപ്പിക്കുന്ന കുറെ ചിന്തകളുണ്ട്. പേടിച്ച് ഭയന്നു വിറച്ചവൻ വീട്ടിലോട്ട് മടങ്ങുന്നത് പോലെ ആ കുട്ടി നടന്നു പോവുകയാണ്. അവന്റെ മനസ്സിൽ മറ്റൊരു വലിയ ഭീതി. രാവിലെ തന്റെ പിതാവ് വയറ് നിറച്ചു കൊണ്ടുവരാൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തന്നുവിട്ട ഒട്ടകക്കൂട്ടത്തെ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ഈ ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ തന്റെ ക്രൂരനായ പിതാവ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ട് തന്നെ അടിക്കുമല്ലോ എന്നോർത്ത് ഒട്ടിക്കിടക്കുന്ന ഒട്ടകത്തിന്റെ വയറ് നോക്കിയിട്ടാണ് ആ കുട്ടി കരയുന്നത്. ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ പിതാവ് ക്രൂരനാണ്, അതിക്രൂരനായ പിതാവ് തന്നെ അടിക്കുമല്ലോ എന്നോർത്ത് കൺപോളകളിലൂടെ കണ്ണുനീർത്തുള്ളികളും ആർത്തൊടുകി നടന്നു പോകുന്ന ആ ഇടയ ബാലനെ നമുക്ക് കാണാം കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ ലജ്നാൻ പർവ്വതത്തിന്റെ ചുട്ടിൽ. പിതാവിന്റെ ചാട്ടവാറടി ഏക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മനസ്സിൽ ചിന്തയോടെ നടന്നുപോയ ആ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഇടയ ചെറുക്കനാണ് പിൽക്കാലത്ത് ലോക ചരിത്രത്തിൽ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ഒരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാതെ ലോകം മുഴുവനും വിസ്മയത്തോടെ പേര് കേട്ടാൽ തലകുനിച്ചു പോയ ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീഫ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ലർജാ പർവ്വതത്തിന്റെ ചോട്ടിലൂടെ നടന്നുപോയ ഇടയ ബാലൻ നിന്ന് ലോകം മുഴുവനും ആഗ്രഹിച്ചു പോയ ഖലീഫയായി മാറിയ ഉമറിന്റെ ചരിത്രം ഒരു വലിയ ചരിത്രമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രയേറെ സംഭവ ബഹുലമായ സ്തോഭജന്യമായ ഒരു കഥ മറ്റൊരു മനുഷ്യനും പറയാൻ കഴിയില്ല. ലജ്നാൻ പർവ്വതത്തിന്റെ ചോട്ടിലൂടെ നടന്നുപോയ ഇടയ ബാലൻ, ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് നടന്നുപോയ മനുഷ്യൻ, ലോകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച കാട്ടറബയിൽ നിന്ന് ഖലീഫയിലോട്ടുള്ള വഴിദൂരം ഒരു വലിയ വഴിദൂരമാണ്.
എങ്ങനെയായിരുന്നു ഇടയ ചെറുക്കൻ സഞ്ചരിച്ച് ലോകത്തിന്റെ ഏറ്റവും വലിയ നെറുകയിലെത്തി എന്ന് പറഞ്ഞാൽ എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ 1947 സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ടായി മാറി ബോംബെയുടെയും ഡൽഹിയുടെയും നവക്കാലിയുടെയും അഭയാർത്ഥി ക്യാമ്പുകളിലൂടെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ശിരസറ്റ കബന്ധങ്ങൾ മുഴുവനും അഴുക്കുചാലിലൂടെ ഒലിച്ചു നടന്നപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ വിഭജനാനന്തര ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം കലാപത്തിൽ കൊല ചെയ്യപ്പെട്ട് നവക്കാലിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ആർത്തനാദത്തോടെ നിലവിളിക്കുമ്പോ നവക്കാലിയുടെ അഭയാർത്ഥി ക്യാമ്പിന്റെ മുന്നിൽ ഉപവാസം ഇരുന്നു കൊണ്ട് ചരിത്രത്തിലെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി പരസ്പരം വെട്ടിമരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മക്കളെ നോക്കിയിട്ട് ഇന്ത്യ രാജ്യത്തിൽ എന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യ രാജ്യം ഭരിക്കാൻ ഖലീഫ ഉമർ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ത്യയിലെ രാഷ്ട്രപിതാവ് പോലും പറയുന്ന അവസ്ഥയിലേക്ക് സയ്യിദുന ഉമർ ബിൻ ഖത്താബിന്റെ ജീവിതം ലോകം മുഴുവനും ആഗ്രഹിച്ചു പോകുമ്പോ നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞതുപോലെ എനിക്ക് രണ്ടാഗ്രഹമേ ഉള്ളൂ. ഒന്ന് ലോകം മുഴുവനും പിടിച്ചടക്കണം, രണ്ടാമത് പിടിച്ചടച്ച ലോകത്ത് ഉമറിനെ പോലെ ഒന്ന് ഭരിക്കണമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വീരനായി അറിയപ്പെടുന്ന സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാട്ട് പോലും ആഗ്രഹിച്ചു പോയ ലോകത്തുള്ള സർവ്വ ഏകാധിപതികളും സർവാധിപതികളും സ്വച്ഛാധിപതികളും റോൾ മോഡലായി അംഗീകരിക്കുന്ന ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത ഒരു വലിയ സ്വഭാവ സംസ്കരണത്തിന്റെ ഉടമയായി ഈ ഇടയ ചെറുക്കൻ മാറി. എങ്ങനെയായിരുന്നു മാറിയത്? ഞാൻ എന്റെ വിഷയത്തിന് ആമുഖം പറയുകയാണ്. ഖത്താബിന്റെ മകൻ ഉമർ ലോകം മുഴുവനും എഴുതിത്തള്ളിയ ആ നാട്ടിലെ ഏറ്റവും വലിയ ആഭാസനായ ചെറുപ്പക്കാരൻ. മുസ്ലിം ആകുന്നതിന് മുമ്പ് ഉമറിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഖത്താബിന്റെ മകൻ ഉമർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുന്നതിന് മുമ്പ് ഉമറിന്റെ പേരാണ് ഖത്താബിന്റെ മകൻ ഉമർ. ആ നാട്ടിലെ ഏറ്റവും ആഭാസനായ ചെറുപ്പക്കാരൻ. സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട് ആഭാസ നൃത്തം ചവിട്ടിയ അവിടുത്തെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽ അതായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. നമ്മൾ എന്തിനാണ് പ്രസംഗിക്കുന്നത് എന്ന് ആദ്യം അറിയണമല്ലോ. ആദ്യം ലക്ഷ്യം അറിയണം. ലക്ഷ്യം എടിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് കടന്നു ചെല്ലാൻ. ആ ഉമർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഭാസക്കാരൻ, മുസ്ലിം ആകുന്നതിന് മുമ്പ് ജനിച്ച 5 പെൺമക്കളെയും തന്റെ കൈകൾ കൊണ്ട് കുടിച്ചു മൂടിയ കാട്ടാളനായ ഉമർ. ആ ഉമർ വരുന്നത് കാണാൻ, ഉമറിന്റെ പേശികൾ കാണാൻ, ഉമറിന്റെ ആകാര സൗട്ടവം കാണാൻ, ഉമർ എന്ന് പറയുന്ന മക്കയിലെ ചെറുപ്പക്കാരനെ ഒരു നോക്ക് കാണാൻ മക്കാ നഗരത്തിലെ സുന്ദരികളായ പെൺകുട്ടികൾ പാതയുടെ വഴിയിൽ ഉമർ വരുന്നു എന്ന് കേട്ടാൽ ഉമറിന്റെ മസിലും ശരീരവും കാണാൻ പെൺകുട്ടികൾ റോഡിന്റെ സൈഡിൽ കാത്തു നിൽക്കുമായിരുന്നു എന്നാണ്. അത്രയും വലിയ സുന്ദരനായിരുന്നു ഉമർ. ഏറ്റവും നല്ല ബോഡി ബിൽഡറായിരുന്നു ഉമർ. മക്കയിലെ ഉമ്മമാർ കുട്ടികളെ തൊട്ടിലിട്ട് താരാട്ടുന്ന സമയത്ത്, ആ സമയത്ത് കുട്ടികളെങ്ങാനും ഉറക്കം വരാതെ പൊട്ടിക്കരഞ്ഞാൽ ദാ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ കരയുന്ന കുട്ടികൾ തൊട്ടിലിൽ കരച്ചിലടക്കിയിട്ട് മിണ്ടാതെ കിടക്കും. കൊച്ചു കുട്ടികൾക്ക് പോലും ഉമർ എന്ന് കേട്ടാൽ പേടിയായിരുന്നു. നാട് മുഴുവനും പേടിച്ചു പോയി ഉമർ. ഖത്താബിന്റെ മകൻ ഉമറിന്റെ കഥയാണിത്. എല്ലാം നഷ്ടപ്പെട്ട് നാട്ടുകാര് മുഴുവനും എഴുതി തള്ളിയ ആഭാസന്മാരുടെ നേതാവായി മാറി ഖത്താബിന്റെ മകൻ. ആ നാട്ടുകാര് മുഴുവനും പറഞ്ഞു ഇനി ഉമർ നന്നാവൂല. ഒരു നാട് മുഴുവൻ എഴുതി തള്ളി ഇനി ഇവനെ നന്നാവൂല എന്ന് പറഞ്ഞാൽ അവൻ ആരായിരിക്കും? ചരിത്രത്തിൽ കാണാം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോവുകയാണ്. ഉമറിന്റെ തൊട്ടയൽവാസി ഉമ്മു അബ്ദില്ല മുസ്ലിമാണ്. ഒരു ദിവസം രാവിലെ ഉമർ എഴുന്നേറ്റ് കണ്ണ് തിരുമ്മി നോക്കുമ്പോൾ തൊട്ടയൽവാസി ഉമ്മു അബ്ദില്ലയും അവരുടെ ഭർത്താവും ഉള്ള ഭാണ്ഡമൊക്കെ കെട്ടിപ്പെറുക്കി അവർ എവിടേക്കോ പോവുകയാണ്. ഉമർ ചിന്തിച്ചു, പാവങ്ങൾ മദീനയിലോട്ട് പലായനം ചെയ്താൽ അവരുടെ വീടും കൂടും ഇവിടെയാണ്, ഇവരെ ആരാണ് സഹായിക്കാനുണ്ടാവുക? ഇതിന്റെ എല്ലാം കാരണക്കാരനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉമറിന് പ്രവാചകനോടുള്ള രോഷം മനസ്സിൽ നുരഞ്ഞു പൊന്തി. ആ സമയത്ത് ഉമ്മു അബ്ദില്ലയോട് ഉമർ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? ഉമ്മു അബ്ദില്ല എന്ന സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ മദീനയിലോട്ട് പോവുകയാണ് ഉമറെ, നീയും കൂട്ടരും ഞങ്ങളെ മക്കയിൽ താമസിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അത് കേട്ടപ്പോ ഉമർ എന്ന് പറയുന്ന ആ നാട് മുഴുവനും എഴുതിത്തള്ളിയ രാത്രിയിൽ കുടിച്ച മദ്യത്തിന്റെ കെട്ടുവിട്ടുമാറാത്ത നാട്ടിലെ ആവാസക്കാരൻ ഖത്താബിന്റെ മകൻ ഉമർ ഇത് പറഞ്ഞപ്പോ ഉമ്മു അബ്ദില്ല എന്ന സ്ത്രീയോട് പറഞ്ഞവത്രേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് കേട്ട ഉമ്മു അബ്ദില്ല എന്ന സ്ത്രീ അത്ഭുതപ്പെട്ടു നിന്നുപോയി. കാരണം
ആദ്യമായിട്ട് ഉമറിന്റെ നാവിൽ നിന്ന് ഒരു നല്ല വാക്ക് ആ ജനത കേൾക്കുന്നതെന്നാണ്. അവരത്ഭുതപ്പെട്ടു. ഉമർ എന്താ പറയുന്നത്? ഉമർ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ട ഉമ്മു അബ്ദുല്ല നേരെ തന്റെ ഭർത്താവിന്റെ അടുക്കൽ ഓടിയിട്ട് പറഞ്ഞു, ഉമർ നല്ല വർത്തമാനം പറഞ്ഞതായി ഞാൻ കേട്ടു, എനിക്ക് തോന്നുന്നു ഉമർ മുസ്ലിമാകും. ആരാ പറയുന്നത്? തൊട്ടയൽപക്കക്കാരി. അവർക്കറിയാമല്ലോ തൊട്ടയൽപക്കക്കാരന്റെ സ്വഭാവം. ഉമർ മുസ്ലിമാകുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഏറ്റവും തൊട്ടടുത്ത അയൽപക്കക്കാർ ഉമ്മു അബ്ദുല്ലയുടെ ഭർത്താവ് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്താണ് ഈ പറയുന്നത്? ഉമർ മുസ്ലിമാകുവാനോ? ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകുവാനോ? ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാവില്ല. ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹ ഹിമാറു ഖത്താബ്. ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഖത്താബിന്റെ മകൻ മുസ്ലിമാവില്ല. നമ്മളൊരാളെ കുറിച്ച് പറയാൻ, അവന്റെ വീട്ടിൽ വളർത്തുന്ന പോത്ത് നന്നായാലും അവൻ നന്നാവൂല നീ നാട്ടുകാർ പറഞ്ഞ ആ നാട്ടുകാർ അവനെ എഴുതി തള്ളിയെന്നാണ് അതിന്റെ അർത്ഥം. അവൻ നന്നാവൂല. അവരത്ഭുതത്തോടെ പറഞ്ഞു, ഉമർ പറഞ്ഞ വാക്കെന്താ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്ഭുതമായി പോയി. ഇത്രയേറെ എഴുതി തള്ളിയ, ലോകം മുഴുവനും വിറപ്പിച്ച ഖത്താബിന്റെ മകൻ ഉമർ ഉക്കാല ചന്തയിൽ റോമയിലെയും പേർഷ്യന്മാരിലെയും മല്ലന്മാര് വന്ന് ഗുസ്തി യുദ്ധം നടത്തും. റോമയിലെയും പേർഷ്യന്മാരും മല്ലന്മാര് വന്ന് മക്കയിലെ എല്ലാ മല്ലന്മാരെയും അടിച്ചമർത്തിയിട്ട് ഉക്കാല ചന്തയുടെ നടുക്ക് നിന്ന് നെഞ്ചത്തടിച്ച് വിലവിളിക്കും, ആരുണ്ടടാ ഞങ്ങളെ തോൽപ്പിക്കാൻ? അഭിമാനത്തിന്റെ അപ്പോസ്തലന്മാരായ മക്കാ ഖുറൈശികൾ തലകുനിച്ച് താഴോട്ടിരിക്കുമ്പോ ഗ്യാലറിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നെഞ്ചത്തടിച്ചിട്ട് ഞാനുണ്ടടാ നിങ്ങളോട് എതിരിടാനെന്ന് പറഞ്ഞ് മക്കാ ഖുറൈശികളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഗ്യാലറിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ ഖത്താബിന്റെ മകൻ ഉമർ. ആരുടെ മുമ്പിലും തലകുനിക്കാൻ കഴിയാത്ത ഖത്താബിന്റെ മകൻ ഉമർ. ഈ ഉമർ ആരായി എന്നറിയുമോ? ഈ ഉമർ ആരായി എന്നറിയുമോ? സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ നിശാ നർത്തകിമാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോളിൽ പിടിച്ചുകൊണ്ട് വല്ലാതെ നൃത്തം ചവിട്ടേ ഈ ഖത്താബിന്റെ മകൻ ഉമറാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ 5 പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ ഈ ഖത്താബിന്റെ മകൻ ഉമറാണ് പിൽക്കാലത്ത് ഖലീഫയാകുമ്പോ പാതിരാത്രിയിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നിശബ്ദമായ രാത്രിയിലൂടെ നടന്നു പോകുമ്പോ ഏതോ ഒരു കുടിൽ നിന്നൊരു വല്ലാത്ത കരച്ചിൽ കേൾക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. വേഷപ്രച്ഛന്നനായ ഉമർ വന്നു നോക്കുമ്പോ ഉമ്മയുടെ മുലപ്പാല് കുടിക്കാൻ ഒരു കൊച്ചു പൈതല് കരയുകയാണ്. ഉമർ ചോദിച്ചു, അത്രേ, എന്തിനാണ് ഈ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാതെ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്? മുമ്പിൽ നിൽക്കുന്നത് ഉമറാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആ മാതാവ് പറഞ്ഞു, അത്രേ, ഞങ്ങളുടെ നാട് ഭരിക്കുന്നത് ഖലീഫ ഉമറാണ്. ഇന്നലെ ഉമറിന്റെ ഗവൺമെന്റ് ഒരു നിയമം നടപ്പാക്കി കഴിഞ്ഞു. മുലകുടി പ്രായം കഴിഞ്ഞവർക്ക് ഗവൺമെന്റിന്റെ സൗജന്യ റേഷൻ കൊടുക്കൂ. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് സൗജന്യ റേഷൻ കിട്ടിയാൽ അത്ര നാള് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. എന്റെ കുഞ്ഞിന്റെ മുലപ്പാൽ കുടിമാറിയിട്ടില്ല, എന്നാലും അവന്റെ മുലകുടി ബലമായിട്ട് നിർത്താൻ ഞാൻ ശ്രമിക്കുമ്പോ ആ കുഞ്ഞു മുലപ്പാലിന് വേണ്ടി കരയുകയാണ്. നാളെ രാവിലെ ഉമറിന്റെ മുമ്പിൽ ഈ കുഞ്ഞിനെ ഹാജരാക്കിയാൽ അവന്റെ മുലകുടി പ്രായം കഴിഞ്ഞെന്ന് തെളിയിച്ചാൽ എനിക്ക് സൗജന്യമായ റേഷൻ കിട്ടുമല്ലോ എന്നോത്തിട്ട് എന്റെ കുഞ്ഞിന്റെ മുലകുടി ഞാൻ മാറ്റാൻ ശ്രമിക്കുമ്പോ എന്റെ കുഞ്ഞ് കരയുന്നതാണെന്ന് ആ മാതാവ് പറയുമ്പോ ഇത് കേട്ട ഉമർ വല്ലാതെ ഞെട്ടിപ്പോയി. തളരുന്ന മാനസത്തോടെ വിതറുന്ന ചുണ്ടുകളോട് ഉമർ നേരെ തിരിച്ചു വന്ന് മസ്ജിദുൻ നബവിയിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കരഞ്ഞ് പാതിരാത്രി മിടുകൾ മാറിക്കഴിയുമ്പോ സഹാബാക്കൾ വന്ന് സുബഹി നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുമ്പോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ കഴിയാതെ ഉമർ പൊട്ടിക്കരഞ്ഞു പോയി. അത്രേ, അവസാനം സലാം വീട്ടിയിട്ട് ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവേ, ഇന്നലെ പാതിരാത്രിയിൽ ഉമറിന്റെ വികലമായ തീരുമാനം കാരണത്താൽ ഒരു പിഞ്ചു പൈതലിന്റെ കണ്ണുനീര് ഭൂമിയിൽ വീണുപോയി. തമ്പുരാനെ, അല്ലാഹുവേ, ആ നിരപരാധിയായ പിഞ്ചു പൈതലിന്റെ കണ്ണുനീര് വീണ കാരണത്താൽ ഈ ഉമറിനെ നാളെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കല്ലേ അല്ലാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉമറിനെ മാറ്റിയ മാറ്റത്തിന്റെ പ്രേരക ചാലക ശക്തിയായി മാറിയതെന്താണ്? 5 പേരെ ജീവനോടെ കുഴിച്ചു മൂടിയവനാണ് രാത്രി നിന്ന് കരയുന്നത്. അല്ലാഹുവേ, ഒരു പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുനീര് വീണു എന്ന് പറഞ്ഞ് എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവോ? ഖത്താബിന്റെ മകൻ ഉമറിനുണ്ടായ മാറ്റമാണിത്.
ഉക്കാല ചന്തയിൽ മല്ലന്മാരുടെ മുമ്പിൽ ഞാനുണ്ടടാ എന്ന് വല്ലാതെ അഹങ്കാരത്തോടെ നെഞ്ചത്തടിച്ചു പറഞ്ഞ ഉമർ അവസാന ഖലീഫയായി കഴിയുമ്പോൾ വാദിയും പ്രതിയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തി. ന്യായാധിപന്റെ തലപ്പാവും തലയിൽ വെച്ചുകൊണ്ട് വാദിയോടും പ്രതിയോടും നീതി വിസ്താരം നടത്തി. അവസാനം ആകാംക്ഷയോടെ ആശയോടെ വാദി വെളിയിലോട്ടിറങ്ങി ശിക്ഷയും വാങ്ങിച്ചുകൊണ്ട് പ്രതിയും വെളിയിലോട്ടിറങ്ങി. പ്രതിയും വാദിയും തന്റെ മുമ്പിൽ വിനീത വിധേയരെ പോലെ നിന്ന വാദിയും പ്രതിയും തന്റെ കൊട്ടാരത്തിന്റെ പടുവാതിന് വെളിയിലോട്ടിറങ്ങി കഴിയുമ്പോ അതേപോലെ ന്യായാധിപന്റെ തലപ്പാവ് വെച്ചിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ റൂമിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന്, പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് ആ സമയത്ത് പാതിരാ സമയത്ത് എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോ പ്രൈവറ്റിന്റെ റൂമിന്റെ ഉള്ളിൽ കയറി വാതിലടച്ച് ജനാലകളെല്ലാം കുട്ടിയിട്ട് ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ നെഞ്ചിലോട്ട് വിരൽ ചൂണ്ടുകയാ. എടാ ഖത്താബിന്റെ മകൻ ഉമറേ, എടാ ഖത്താബിന്റെ മകൻ ഉമറേ. ഉമർ സ്വന്തം നെഞ്ചിന് നേരെ, സ്വന്തം സ്വത്വത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നവരാണ്. ആദ്യം നാം നമുക്ക് നേരെ വിരൽ ചൂണ്ടണം. ഉമർ ഒരു വിചാരണ നടത്തുകയാണ്, ആരും കാണാതെ പ്രൈവറ്റ് റൂമിൽ. ഖത്താബിന്റെ മകൻ ഉമറേ, എടാ ഒരു കാലഘട്ടത്തിൽ നിന്റെ പിതാവായ ഖത്താബ് ലജ്നാൻ പർവ്വതത്തിൽ ഒട്ടകത്തെ തീറ്റാൻ നിന്നെ വിടുമ്പോ വൈകുന്നേരം ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്നതിന്റെ പേരിൽ നിന്റെ പിതാവായ ഖത്താബ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് നിന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അല്ലാഹു നിന്നെ കൈപിടിച്ചുയർത്തി. ഇന്ന് നിന്റെ മുമ്പിൽ വാദിയും പ്രതിയും ഒന്ന് വിനീത വിധേയരെ പോലെ നിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കരായി നിൽക്കുമ്പോ നീ വലിയ ന്യായാധിപനായി മാറുമ്പോ ഖത്താബിന്റെ മകനുമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. നീ വലിയവനായി പോയി എന്ന് നിനക്ക് തോന്നണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഭിത്തിയിൽ ചാരിയിട്ടിരിക്കുന്ന ചാട്ടവാറെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് ഞാൻ അടിച്ചിട്ട്, എടാ ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ടെന്ന് ചാട്ടവാറ് കൊണ്ട് അടിച്ച് തന്റെ ശരീരത്തിന്റെ അഹങ്കാരം ഇല്ലാതാക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആക്കി മാറ്റിയ മാറ്റത്തിന്റെ ചാലകമേതാണ്? ഉക്കാല ചന്തയിൽ നെഞ്ചു വിരിച്ചു നിന്ന ആള് പറയുകയാണ്, രാത്രിയിൽ ആരും അറിയാതെ വാതിലും ജനലും ഒക്കെ കുട്ടിയിട്ടിട്ട് ചാട്ടവാറെടുത്തിട്ട് ശരീരത്തിൽ അടിക്കുകയാ. ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. ഉമറേ, നിന്റെ മനസ്സിൽ അഹങ്കാരം വേണ്ട. ഇതേ ഉമർ വൈകുന്നേരമാകുമ്പോൾ സുന്ദരികളായ തരുണിമണികൾ മുഴുവനും ഒരു നേരം കാണാൻ വേണ്ടി കാത്തിരുന്ന ഇതേ വലിയ ശരീര സമ്പുഷ്ടി ഉണ്ടായിരുന്ന ഖത്താബിന്റെ മകൻ ഉമർ അവസാന സുബഹി നമസ്കാരത്തിന് പള്ളിയിലോട്ട് പോകുമ്പോ അബൂലുആന്റെ കുത്തേറ്റിട്ട് കുടൽമാല മുഴുവനും വെളിയിലോട്ട് ചാടി. ആ മുറിവിന്റെ ആഴത്തെ കുറിച്ച് ഹദീസിൽ കാണാം. ഒരു ഗ്ലാസ് വെള്ളം വായിലൂടെ കുടിച്ചാൽ ആ വെള്ളം മുഴുവനും വയറ്റിൽ കിടക്കുന്ന മുറിപ്പാടിലൂടെ വെളിയിലോട്ട് പോകുന്ന രീതിയിൽ കുടൽമാലകൾ മുഴുവനും വെളിയിലോട്ട് ചാടി ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവസാന ശരീരം മുഴുവനും രക്തത്താളം കെട്ടി കിടക്കുകയാണ്. കുടൽമാലകൾ വെളിയിലോട്ട് ചിതറി കിടക്കുകയാണ്. ആ സമയത്ത് ബോധം വീഴുമ്പോ തന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. മോനെ ഇബ്നു ഉമറേ, മോനെ ഇബ്നു ഉമറേ, ഉപ്പാന്റെ തലയെടുത്തിട്ട് നീ മണ്ണിലോട്ട് ചേർത്ത് വെക്ക്. മണ്ണിൽ തലവെച്ച് നിസ്സാരക്കാരനായി ഈ ഖത്താബിന്റെ മകൻ ഉമർ മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് മടിയിൽ നിന്ന് തലയെടുത്ത് മണ്ണിലോട്ട് ചേർത്ത് വെച്ച് ആ മണ്ണിലേക്ക് തലവെച്ചിട്ട് ഉമർ നിസ്സാരക്കാരനായി മരിക്കട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധനായ മനുഷ്യനായി മാറിയത് എന്റെ സദസ്സിന്റെ ആമുഖമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ മനുഷ്യൻ മാറിപ്പോയത്? ഈ കാട്ടാളൻ എങ്ങനെയാണ് ഖലീഫയായി മാറിയത്? നമുക്കെല്ലാവർക്കും അറിയാം. ഉമറിന്റെ മനസ്സിന്റെ മാറ്റം ഒരൊറ്റ മാറ്റമായിരുന്നു. ഖുർആനിന്റെ ഒരായത്ത് കേട്ടപ്പോ, ഒരു സൂറത്ത് കേട്ടപ്പോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഖുർആൻ കേട്ടാൽ മനസ്സ് മാറണം. ഉമറിന്റെ മനസ്സ് മാറി. നമുക്കറിയാം, അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ ഊരി പിടിച്ച വാളുമായിട്ട് പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ഊരി പിടിച്ച വാളുമായി പായുകയാണ്. പായുന്ന സമയത്താണ് വെടിയിൽ വെച്ചൊരാളെ കാണുക. എവിടോട്ടാണ് ഉമറേ? ചെകുത്താന്റെ കണ്ണുകളുമായി ഉമറൊന്നും മുസ്ലിമായിട്ടില്ല. കുതിരപ്പുറത്ത് പായുകയാണ്. മിന്നൽ പിണര് പോലെ വാള് കയ്യിൽ കിടന്ന് തിളങ്ങുകയാണ്. എവിടേക്കാണ് ഉമറേ? ഞാനിന്ന് മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്.
മുഹമ്മദിനെ കൊന്നിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി പായുകയാണ്. അയാള് പറഞ്ഞു, ഉമറിന്റെ മുഹമ്മദിന്റെ തല കൊയ്യുന്നതിന് മുമ്പ് നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ സഹോദരിയുടെ തല ആദ്യം കൊയ്യെടുക്കുക. ഉമറിന്റെ മനസ്സ് വിറച്ചു, ഉമറിന്റെ ചുണ്ടുകൾ വിറച്ചു. എന്റെ സഹോദരി നമ്മുടെ മതത്തെ തള്ളി പറഞ്ഞു മുഹമ്മദിന്റെ മതത്തിലോട്ട് കടന്നുപോയോ? ബഹുമാനപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ അടുക്കലോട്ട് വന്ന ഉമർ കുതിരയെ തിരിച്ചു. നേരെ പോവുകയാണ് സഹോദരി ഫാത്തിമയുടെ വീട്ട്. അള്ളാന്റെ വെളിച്ചം ഊതിക്കെടുത്താനുള്ള ദിടപ്പതിനെയും പിടിച്ച് ഊരിപ്പിടിച്ച വാളുമായി കടന്നു ചെന്ന ഉമർ പ്രിയപ്പെട്ട സഹോദരിയുടെ വീടിന് മുമ്പിലെത്തി. പെട്ടെന്നതാ കുടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. സഹോദരി ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. സഹോദരി ഫാത്തിമ ഖുർആൻ ഓതുകയാണ്. അറിയാതെ ഉമറിന്റെ ചെവികളിലേക്ക് ആ നാദം വന്ന് പതിച്ചുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. കാട്ടാളന്റെ ശ്രവണേന്ദ്രിയങ്ങളിലേക്ക് എങ്ങനെയോ ഖുർആന്റെ ആയത്ത് വന്ന് കേട്ടു. ത്വാഹാ ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ. ഈ നാദം കേൾക്കേണ്ട താമസം ചവിട്ടിപ്പൊളിച്ച വാതിലിന്റെ മുമ്പിൽ ഉമർ ഇതികർത്തവ്യാമൂടനെ പോലെ നിന്നു. തന്റെ സഹോദരന്റെ പൈശാചിക ഭാവം കണ്ട ഫാത്തിമ പേടിച്ചു വിറച്ചു. കയ്യിലിരിക്കുന്ന ഖുർആൻ അടച്ചു. ഉമർ ചോദിച്ചു, ഫാത്തിമ നീ എന്താണോ ഓതിയത്? ഞാൻ ഖുർആനാണ് പാരായണം ചെയ്തത്. കാട്ടറബി ചോദിക്കുകയാണ്, ഫാത്തിമ ഒന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമ്പോ? കൊല്ലാൻ വന്നവൻ ചോദിക്കുന്നു, ഒന്നുകൂടി ഞാനതൊന്ന് കേട്ടുകൊള്ളട്ടെയോ? ഫാത്തിമ അതൊന്നുകൂടി ഒന്ന് പാരായണം ചെയ്യുമോ? ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമറേ, നീ അശുദ്ധിയാണ്, നിനക്ക് ശുദ്ധിയില്ല. ഇത് ശുദ്ധിയില്ലാത്തവന് കേൾക്കാനുള്ളതല്ല. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ശുദ്ധിയില്ലാത്തവന് ഇത് കേൾക്കാൻ പാടില്ല. ഉമർ കൊച്ചുകുട്ടിയെ പോലെ പോയി വദു ചെയ്തു. ഉമർ ശരീരം കഴുകി വൃത്തിയാക്കി ഒരു പൂച്ചക്കുട്ടിയെ പോലെ തന്റെ സഹോദരിയുടെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നു. കാതുകൾ കുറിപ്പിച്ചു. ചരിത്രം പിറക്കാൻ പോവുകയാണ്. പുതുയുഗത്തിന്റെ ചന്ദ്രോദയം കാണുകയാണ്. ഉമർ പറഞ്ഞു, ഫാത്തിമ ഒന്നുകൂടി ഓതുമോ? ഫാത്തിമ ഓതാൻ തുടങ്ങി. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഫഅ്ബുദ്നി, എന്നെ നീ ആരാധിക്കണേ, എന്നെ നീ ആരാധിക്കണേ. ഖുർആനിന്റെ മാസ്മരിക സൗന്ദര്യം, മാസ്മരിക വശ്യത പോലെ കാട്ടറവയുടെ കാട്ടാളന്റെ മനസ്സിലേക്ക് അത് പെയ്തിറങ്ങി. ഉമറിന്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. ആളുകൾ പേര് കേട്ടാൽ വിറക്കുന്ന മനുഷ്യന്റെ ശരീരം സ്വയം വിറക്കാൻ തുടങ്ങി. കണ്ണുകൾ മീടിയടയാൻ തുടങ്ങി. ഉമർ ചോദിച്ചു, ഫാത്തിമ റസൂലുള്ള എവിടെയുണ്ട്? റസൂലുള്ള ദാറുൽ അർഖമിലുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഉമർ കുതിരപ്പുറത്ത് കയറി നേരെ ദാറുൽ അർഖമിന്റെ വീട്ടിൽ പോയി വാതിലിൽ മുട്ടി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരാണെന്ന് നോക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് വാതിലിന്റെ ഇടയിലൂടെ നോക്കുമ്പോ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഓലക്കാതിലിന്റെ ഇടയിലൂടെ ബിലാൽ നോക്കി ഞെട്ടിത്തരിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഉമറാണ് നബിയേ. കത്തിക്കാൾ എന്ന പിശാചിന്റെ കണ്ണുകൾ, കയ്യിൽ ഊരിപ്പിടിച്ച വാള്, ശരീരം വയർപ്പിൽ മുങ്ങിക്കുളിച്ച് വാതിലിന്റെ മുമ്പിൽ ഒരു അതികായനെ പോലെ ഉമർ നിൽക്കുകയാണ്. നബിയെ, ഉമറാണ് നബിയെ. പേടിച്ചുപോയി കൂടെ ഇരുന്നവർ. കാട്ടാളൻ ഉമർ വരുന്നുവോ? അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കുവാൻ ഹംസ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. വാതിലിന്റെ മുമ്പിൽ വന്ന് മറഞ്ഞു നിന്നു. എന്നെ കൊന്നിട്ടല്ലാതെ ഉമർ അള്ളാന്റെ റസൂലിന്റെ ശരീരത്ത് തൊടില്ല. ഊരിപ്പിടിച്ച വാളുമായി ഹംസ നിന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, മാറ് ഹംസ, മാറ് ഹംസ, ഹംസ മാറ് ഹംസ. ഹംസ മാറിയില്ല. അള്ളാന്റെ റസൂല് വന്നിട്ട് വാതിൽ കൊളുത്തെടുക്കാൻ പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഈ സംഭവം പറയുകയാണ്. ഉമറിന്റെ വരവ് കണ്ടപ്പോഴേ ഞങ്ങൾ ഭയന്നു പോയി. ഉമർ റസൂലുള്ളാഹിനെ തൊട്ടാൽ പ്രതിരോധിക്കാൻ ആയുധമില്ല. ഞാൻ നോക്കി എറിയാൻ ഒരു കല്ല് പോലും കയ്യിലില്ല.
നോക്കിയപ്പോഴാണ് റൂമിന്റെ മൂലയിൽ റസൂലുള്ളാഹി കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിളച്ച കലത്തിൽ തിളക്കുന്ന വെള്ളം എടുത്തിട്ട് ആ വാതിലിന്റെ പുറകിൽ തിളച്ച കലവുമായിട്ട് ഞാൻ കാത്തുനിന്നു. ഉമറങ്ങാനും റസൂലുള്ളാഹിനെ തൊട്ടാൽ ഈ തിളച്ച വെള്ളം മുഖത്തെ കൊടിക്കണമെന്ന് കരുതി തിളച്ച വെള്ളം നിറച്ച ചൂടുവെള്ളവുമായിട്ട് ഞാൻ കാത്തുനിന്നു. വാതിൽ തുറക്കപ്പെട്ടു. ചെകുത്താന്റെ കണ്ണുകളുമായി ഉമർ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തി. രണ്ട് കണ്ണുകൾ ഏറ്റുമുട്ടി. വിസാലത്തിന്റെ കണ്ണുകളും പൈശാചികതയുടെ കണ്ണുകളും തമ്മിൽ ഏറ്റുമുട്ടി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കാട്ടാളൻ ഖലീഫയായി മാറിയ ലോകത്തിന്റെ അപൂർവമായ ചരിത്രമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ നാട് മുഴുവനും എഴുതിത്തള്ളിയ മനുഷ്യൻ മാറി. നമുക്ക് മാറ്റമുണ്ടോ? നമ്മൾ എത്ര ഖുർആൻ കേട്ടു, ഇപ്പൊ തന്നെ എത്ര ആയത്ത് കേട്ടു, ആരെങ്കിലും ഹൃദയത്തിൽ ഇറങ്ങുമോ? ഇറങ്ങൂല. ഖുർആൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? ഖുർആൻ ഇറങ്ങേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ചുണ്ട് കൊണ്ട് ഓതലല്ലോ, ഹൃദയത്തിലല്ലേ ഇറങ്ങേണ്ടത്. ഖുർആൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാനാണ് ഖുർആൻ ഞാൻ തന്നത്. അലാ ഖൽബിക് ലിതകൂന മിനൽ മുൻദിരിൻ. അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിൽ ഇറങ്ങണം. ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കി തരട്ടെ. സാംസ്കാരിക തകർച്ച അനുഭവപ്പെടുന്ന ലോകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഖുർആൻ ആരായി മാറിയെന്നറിയോ? 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾ ആരാണ്? അന്നത്തെ കാലഘട്ടത്തെ പറയുന്ന ഡാർക്ക് ഏജ് ആണ്. ഞാൻ അവിടുത്തെ ഒരാളെ കുറിച്ചാ പറഞ്ഞത്. അപ്പൊ ഖുർആൻ പഠിച്ചാൽ മനസ്സിന് മാനസാന്തരം ഉണ്ടാവും. അത് എത്ര നാട് മുഴുവൻ എഴുതിത്തള്ളിയവനാണെങ്കിലും ശരി, ഒരു നിമിഷമുള്ള തീരുമാനിച്ചാൽ ഖുർആൻ കേട്ടാൽ അവൻ മാറും. പക്ഷെ കേൾക്കേണ്ടത് പോലെ കേൾക്കണമെന്ന് മാത്രം. ആരായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ ജനത? ചരിത്രകാരന്മാര് പറയുന്നത് തന്നെ ആ കാലഘട്ടത്തെ ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട യുഗം. എന്തേ ഇരുണ്ട യുഗമായത്? 6-ാം നൂറ്റാണ്ടിനെ ഇരുണ്ട യുഗം എന്ന് വിളിക്കുന്നത് എന്താ? അവിടെ സൂര്യനൊന്നും ഉദിക്കാത്തത് കൊണ്ടാണോ? അന്ന് ചന്ദ്രന്റെ വെളിച്ചമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഡാർക്ക് ഏജ് എന്ന് വിളിച്ചത്. ആ കാലഘട്ടത്തിലെ ആളുകൾ ഖുർആൻ കേട്ടപ്പോൾ ആരായി മാറി? മടിശീലയുടെ കനം കണ്ടിട്ട് നടന്നു പോകുന്നവന്റെ കഴുത്തിൽ കത്തിവെച്ച് മുറിച്ചെടുത്തിട്ട് മടിശീല കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കൊള്ളക്കാർ ആരായി മാറിയെന്നറിയോ? ഖുർആൻ കേട്ടപ്പോ മടിശീലയുടെ വഴിപോക്കന്റെ മടിശീലയുടെ കനം കാണുമ്പോ ആ കനം കണ്ടിട്ട് കത്തി കഴുത്തിൽ വെച്ചിട്ട് അവന്റെ കഴുത്തിറത്തിട്ട് മടിശീല മൂട്ടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ഖുർആൻ കേട്ട് മാനസാന്തരം വന്നപ്പോ ഈ കൊള്ളക്കാർ, പകൽ കൊള്ളക്കാർ, പാതിരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഫക്കീറിന്റെ വീട് അന്വേഷിച്ച് ഉറക്കം വിളച്ച് നടക്കാൻ തുടങ്ങി. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായ? എന്ത് ഉറങ്ങിക്കിടക്കണമെന്ന് നോക്കിപ്പോണെന്ന് ഓട്ടിക്കാനാ? മടിശീല കൊള്ളയടിച്ച ആളുകൾ രാത്രിയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഉറങ്ങുന്നത് കാണാൻ വേണ്ടി അവർ കാത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മടിശീലയുടെ കനം നോക്കിയിട്ട് കഴുത്തറത്ത് കൊള്ളവെച്ച ആളുകൾ അവരായിരുന്നല്ലോ. കയ്യിലിരിക്കുന്ന വാളിന്റെ മൂർച്ചയേറിയാൻ അവർ വെട്ടിയിരുന്നത് കല്ലിലായിരുന്നില്ല. കയ്യിൽ കിടക്കുന്ന വാളിന്റെ മൂർച്ചയേറിയാൻ ആദ്യം കാണുന്നവന്റെ കഴുത്തിൽ വെട്ടി നോക്കിയ ആളുകൾ അതായിരുന്നു ഉമർ. ഉമറിന്റെ വാളിന്റെ മൂർച്ച നോക്കണത് നമ്മൾ സാധാരണ വാക്കത്തിക്ക് മൂർച്ച വെച്ചാൽ വാഴ വെട്ടി നോക്കും. ഉമർ അങ്ങനെയല്ല. വാളിന് മൂർച്ചയുണ്ടോ നോക്കാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടി നോക്കും. മുറിഞ്ഞാൽ ഓക്കെ. അത്രയ്ക്ക് വലിയ വാടക ഗുണ്ടയായിരുന്നു ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ. പിന്നീട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയി മാറി. ഇവര് രാത്രിയിൽ, ഈ കൊള്ളക്കാര് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ. കാരണം എന്താണെന്നറിയാവോ? ഇപ്പൊ നമ്മൾ ഒരാൾക്ക് സദക്ക കൊടുത്താല് 100 ഒരാൾക്ക് കൊടുത്താൽ 100 പേരറിയും. നമ്മൾ കൊടുക്കുമ്പോ പേര് വിളിച്ചില്ലെങ്കിൽ അന്ന് തീർന്ന്. സെക്രട്ടറിയും പോക്ക്, പ്രസിഡന്റും പോക്ക്, എന്റെ പേര് മാത്രം പറഞ്ഞില്ല. ഇനി അങ്ങനെ വേണ്ടാന്ന് വിചാരിക്കുന്നവര് തന്നെ ഒരു 100 രൂപ ഒരാൾക്ക് കൊടുത്താൽ ഒന്നുകിൽ കൊടുക്കുന്ന ആളറിയും, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആളറിയും. 2 പേരറിയാതെ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ നമ്മുടെ സെക്രട്ടറി ഏതായാലും കബീർ ഉസ്താദ് വഅദ് കഴിഞ്ഞ് പോകുമ്പോ ഒരു 500 രൂപ കൊടുക്കണമെന്ന് തീരുമാനിക്കുണ്ടെങ്കിൽ തന്നാ മതി. നീയത്ത് വെക്കണതിന് കുഴപ്പമില്ലല്ലോ. എനിക്ക് അദ്ദേഹം തന്നാലും ഞാനും അറിയും, വാങ്ങിക്കുന്ന ആളും അറിയും. വാങ്ങിക്കുന്ന ഞാനറിയും, തന്ന അദ്ദേഹവും അറിയും. അവര് തീരുമാനിച്ചു വാങ്ങിക്കുന്നവൻ പോലും അറിയാൻ പാടില്ല. രാത്രിയിൽ പാവങ്ങളായ ആളുകൾ കുടിലിൽ കിടന്നുറങ്ങുമ്പോ അവർ ഉറക്കമായി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ആരും അറിയാതെ അവരുടെ കാലിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി സദക്കയുടെ പൈസ കൊടുത്തിട്ട് മാറിപ്പോകും. കൊടുത്തതാരാന്ന് അറിയാൻ പാടില്ല. കൊള്ളക്കാർക്ക് മാനസാന്തരം വന്നപ്പോ അങ്ങനെയായി മാറി.
രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നവൻ ഞാനാണ് കൊടുത്തതെന്നറിയാൻ പാടില്ല. ഉറങ്ങിക്കിടക്കുന്നവന്റെ തലയിണയുടെ താഴ്ഭാഗത്തും അവൻ കിടന്നുറങ്ങുന്നതിന്റെ ഭാഗത്തും സദക്കയുടെയും സക്കാത്തിന്റെയും പൈസ കൊടുത്തതാരാന്നറിയാൻ പോലും ഇഷ്ടപ്പെടാത്ത ആത്മീയതയുടെ സ്തൂപങ്ങളായി മാറി, ധവള ഗോപുരങ്ങളായി മാറി. ആ കാലഘട്ടത്തിൽ പള്ളിയിൽ ഫക്കീർമാര് കിടന്നുറങ്ങുമ്പോ ഒരാള് പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മിസ്കിമാരും ഫക്കീർമാരും പള്ളിയിൽ കിടന്നുറങ്ങും. ആളുകൾ വന്നിട്ട് ഈ കാട്ടാളന്മാര് ഖുർആൻ കേട്ടിട്ട് നല്ലവരായപ്പോ സക്കാത്തിന്റെ സദക്കയുടെ പൈസ കൊണ്ട് അവിടെ വെക്കും, പോകും. അതുകൊണ്ട് പള്ളിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ നാഗരികതയുടെ അടയാളമായിട്ട് പറയുന്നത് പള്ളിയിൽ കിടന്നുറങ്ങിയ ആളുകൾ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ഉടനെ അവരുടെ മടിശീല തപ്പി നോക്കും, ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. അതൊരു സംസ്കാരത്തിന്റെ, ഒരു സിവിലൈസേഷൻ, ഒരു നാഗരികതയുടെ അടയാളമായി മാറി. പള്ളിയിൽ ഒരു നാഗരികത, കാട്ടാളന്മാർ നല്ലവരായപ്പോൾ ഉണ്ടായ ഒരു സാംസ്കാരിക ഉന്നമനം. പള്ളിയിൽ കിടന്നുറങ്ങുന്നവർ ഉറങ്ങി എഴുന്നേറ്റാലുടനെ മിസ്കീന്മാരായ ആളുകൾ മടിശീല തപ്പി നോക്കും, തലയണ പൊക്കി നോക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. അത് ആ സംസ്കാരത്തിന്റെ അടയാളമായി മാറി. നമ്മളും അങ്ങനെയാണ്. പള്ളിയിൽ കിടന്നുറങ്ങിയാൽ എഴുന്നേറ്റ ഉടനെ നമ്മൾ മടിയിൽ തപ്പി നോക്കും, വെച്ചത് എവിടെ ഉണ്ടോ എന്നറിയാൻ. നമ്മൾ തപ്പുന്ന കാര്യത്തിൽ പറയില്ല, വെച്ചത് ഞാൻ വെച്ചോണ്ട് കിടന്നുറങ്ങിയതിനകത്തുണ്ടോ എന്നറിയാൻ വേണ്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാഗരികതയുടെ അടയാളമായി മാറി ആ സമൂഹം മുഴുവനും ഖുർആൻ പഠിച്ചപ്പോൾ. രാക്ഷസന്മാരെയും പിശാചുക്കളെയും തോൽപ്പിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നവർ, അവർ മുഴുവനും ഏറ്റവും വലിയ മനുഷ്യനായി മാറി. അതിന്റെ ഒരേ ഒരു ചാലകശക്തി വേറൊന്നുമായിരുന്നില്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ പഠിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യരായി മാറി. ഇന്ന് മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോകുന്നു. സ്വന്തം മകളെ മാനഭംഗപ്പെടുത്തുന്ന പിതാവ്. ലോകം അധപ്പതിച്ച് ഏറ്റവും അങ്ങേയറ്റത്തെത്തി നിൽക്കുന്നു. മനുഷ്യർ നഷ്ടപ്പെട്ടു പോയി എന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇവരെയൊക്കെ മാറ്റാൻ ഒന്ന് വേണ്ടേ? മൃഗമാണോ എന്ന് മനുഷ്യൻ ഭയക്കുന്ന കാലം. ന്യൂയോർക്കിലെ ഒരു മൃഗശാലയിൽ കുറെ കുട്ടികൾ ഒരു വലിയ കുസൃതി ഒപ്പിച്ചു. കുസൃതി മറ്റൊന്നുമല്ല, സാധാരണ വിനോദസഞ്ചാരികൾ വരുമ്പോൾ കാഴ്ച ബംഗ്ലാവിൽ പോകുമ്പോൾ നമുക്കറിയാം ഓരോ കൂട്ടിലും ഓരോ ജീവി കാണും. അതിന്റെ മുമ്പിൽ ഒരു വലിയ ബോർഡും കാണും, ഇത് ഇന്ന ജീവിയാണ്, ഇതിന്റെ പേര് ഇതാണ്, ശാസ്ത്രനാമം ഇതാണ്, ഇത് വൃഷ്ടിപ്രദേശത്താണോ ഉഷ്ണപ്രദേശത്താണോ കാണുന്നത് എന്നൊരു ചെറിയ ബോർഡ് ഉണ്ടാവും. ന്യൂയോർക്കിലെ മൃഗശാലയിൽ ഓരോ കൂട്ടിലും അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. കടുവയാണെങ്കിൽ കടുവ, അത് ഇന്ന പ്രദേശത്താണ് കൂടുതൽ കാണുന്നത്, ഇന്നതാണ് അതിന്റെ അഭിപ്രായം. കരടിയാണെങ്കിൽ കരടിയെ കുറിച്ച്. അങ്ങനെ വിനോദസഞ്ചാരികൾ ഓരോ കൂടും നോക്കി പോയപ്പോ ഏറ്റവും അവസാനം ഒരു വലിയ കൂട്. ആ കൂടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു ബോർഡ്, ഈ കൂട്ടിൽ കിടക്കുന്ന ജീവി ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ്. ആരെ കണ്ടാലും അത് കൊന്നു തിന്നാൻ ഒരു മടിയുമില്ലാത്ത ആക്രമിക്കുന്ന ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ് ഈ കൂട്ടിൽ കിടക്കുന്നത്. അവൻ നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, പക്ഷെ അവൻ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയെ കാണുമ്പോൾ സൂക്ഷിച്ചു വേണം നോക്കാൻ. കാരണം അവൻ ഏത് സമയത്തും അക്രമാസക്തനാകും. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണ് കൂട്ടിൽ കിടക്കുന്നത്. ബോർഡ് വായിച്ച എല്ലാവരും അതിനെ കാണാതെ മാറി നിന്നു. അവസാനം ഒരു ചെറുപ്പക്കാരൻ ധൈര്യം സംഭരിച്ച് ആ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയെ കാണാൻ വേണ്ടി ഒന്ന് എത്തി നോക്കിയപ്പോൾ ആ കൂട് ശൂന്യമാണ്, കൂടിനകത്തൊന്നുമില്ല. പക്ഷെ ആ കൂടിന്റെ ഭിത്തിയിലെല്ലാം വലിയ കണ്ണാടി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, നിലക്കണ്ണാടി. പോയി നോക്കുന്ന ആളെയാണ് അതിനകത്ത് കാണുക. സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി മനുഷ്യനായിരുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കൂട്ടിൽ കിടക്കുന്ന ചെന്നായേക്കാളേറെ, ആനയെക്കാളേറെ, സിംഹത്തെക്കാളേറെ, കാട്ടാനയെക്കാളേറെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവി മനുഷ്യനായിരുന്നു. കവി പറഞ്ഞതുപോലെ ചെന്നായ ചെമ്പോത്ത് പോത്തുചീറ്റപ്പുലി പന്നി പാമ്പെന്തെല്ലാം ഉണ്ടിവനിൽ സൃഷ്ടാവ് പോലും ഭയം മൂലമാകിടാം വിട്ടുകൊടുത്തു മർത്യനു വിശ്വം. മർത്യനോ മർത്യന്റെ ചോര കുടിക്കണം, മർത്യനിൽ ബുദ്ധിമാനല്ലോ മർത്യൻ. ചെന്നായ ചെമ്പോത്ത് പോത്തുചീറ്റപ്പുലി പന്നി പാമ്പെന്തെല്ലാം ഉണ്ടിവനിൽ. ചെന്നായ, ചെമ്പോത്ത്, പോത്ത്, ചീറ്റപ്പുലി, പന്നി, പാമ്പ്, സർവ്വതിന്റെ ഈ സ്വഭാവം ഒന്നിച്ചു ചേർന്ന ഒരു നികൃഷ്ട ജീവിയെ കാണണമെങ്കിൽ അത് മനുഷ്യനാണെന്ന് പറയേണ്ടി വരും. ചിഹ്നം വിളിക്കുന്ന കാട്ടാനകൾ താമസിക്കുന്ന കാട്ടിൽ വർഗീയ കലാപമുണ്ടോ? കടിച്ചു കീറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സിംഹങ്ങൾ അധിവസിക്കുന്നിടത്ത് ഏതെങ്കിലും സിംഹം മറ്റൊരു സിംഹത്തെ കടിച്ചു കീറി കൊന്നതായിട്ട് പറയാൻ കഴിയുമോ?
ലോകത്തിലെ ഏറ്റവും വലിയ മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തു തീർത്തവൻ മനുഷ്യനാണ്. മനുഷ്യൻ മൃഗത്തെക്കാൾ അധിപതിച്ചു പോകുമ്പോ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ സമൂഹത്തിന് വഴികാട്ടിയായി മാറിയ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലജ്നാൻ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുകൂടെ ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും മറുകൈയിൽ ചാത്തവാറും ചുണ്ടിൽ ചൂളം വിളിയുമായി നടന്നുപോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ ലോകത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യരാക്കി മാറ്റിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മാമാ തേരി ബി യേ ലുബി ലുബി തേരാ നാം ബി യേ ആസ്മാൻ തുമാരാ സാമി യേ ലുബി ലുബി തേരാ നാം ബി യേ ഖുർആൻ തുമാരാ മാമാ നിന്റെ തലപ്പാവ് ഖുർആനായി മാറട്ടെ, നിന്റെ ഏറ്റവും വലിയ അലങ്കാരം ഖുർആനായി മാറട്ടെ. ഈ ഖുർആൻ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരമായി മാറുമ്പോഴാണ് മൃഗീയതയിൽ നിന്ന് മനുഷ്യനെ മനുഷ്യത്വത്തിന്റെ മഹിതമായ ഭാവനയിലോട്ട് നടത്താൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു ഗ്രന്ഥം അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ കേട്ടപ്പോഴാണ് ലോകത്ത് നല്ല മനുഷ്യരുണ്ടായത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ തന്നെ ചർച്ച ചെയ്യാം അല്ലേ? ഖുർആൻ പഠിച്ചാലും മൃഗീയത മാറി മനുഷ്യനാകും. ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ സൂറത്ത് ഏതാണ്? അൽ ബക്കറ ആണല്ലോ. ബക്കറയുടെ അർത്ഥം എന്താ? പശു, നാൽക്കാലി, ഒരു വിവരവുമില്ലാത്ത നാൽക്കാലി. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഒന്നാമത്തെ സൂറത്ത്, അതിന്റെ പേര് അൽ ബക്കറത്ത്. അള്ളാഹ് തുടങ്ങുന്നത് നാൽക്കാലിയുടെ പേര് പറഞ്ഞിട്ടാ. ഇത്രയും വലിയൊരു ഗ്രന്ഥം അതൊരു നല്ല വാക്ക് പറഞ്ഞ് തുടങ്ങിക്കൂടായിരുന്നു എന്ന് ചില ആളുകൾ ചോദിക്കും. അൽ ബക്കറത്ത്, പശു. ബക്കറയിൽ നിന്ന് തുടങ്ങി 114-ാമത്തെ അധ്യായം ഏറ്റവും അവസാനത്തെ സൂറത്ത്. ആ സൂറത്തിന്റെ പേരെന്താണ്? അന്നാസ് അല്ലെ? സൂറത്തുൻ അന്നാസ്. അന്നാസിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ. ആദ്യത്തെ സൂറത്ത് പശു, നാൽക്കാലി. ഏറ്റവും അവസാനത്തെ സൂറത്ത് അന്നാസ്, പരിപൂർണ മനുഷ്യൻ. സൂറത്തുൽ ബക്കറ മുതൽ ഒരാൾ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ സൂറത്തുൽ നാസിലെത്തുമ്പോൾ അവന്റെ പശുവിന്റെ നാൽക്കാലിയുടെ സ്വഭാവം മാറി അവസാനം അവൻ മനുഷ്യന്റെ സ്വഭാവമായി മാറണം. അതാണ് ഖുർആൻ. അതിനാണ് അള്ളാഹ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അൽ ബക്കറ മുതൽ ഓതാൻ തുടങ്ങിയാൽ അത് അവസാനിച്ച് സൂറത്തുൽ നാസിലെത്തുമ്പോ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മൃഗീയ സ്വഭാവവും മാറി അവനൊരു പരിപൂർണ മനുഷ്യനായി മാറണം എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിന്റെ ഏറ്റവും ആദ്യത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഖുർആന്റെ ഒരു ഫളായില് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഖുർആൻ എന്താന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടി മാറിയത് ഖുർആനായപ്പോൾ എല്ലാ വടിവിട്ടു പോയ സർവ്വ ആളുകളെയും ധാരാളം ചെറുപ്പക്കാരുണ്ട്. കലൂരൊരു പ്രത്യേകത ഞാൻ നോക്കിയിട്ട് കേൾക്കാൻ കൂടുതലും ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും മൈക്കിൾ ജാക്സൺ റളിയല്ലാഹു അൻഹു എന്ന് പറയില്ലേ? പെട്ടെന്ന് പറയുമ്പോ വാതിന്റെ മജ്‌ലിസിലെ മൈക്കിൾ ജാക്സൺ എല്ലാവർക്കും അറിയാം. 7 പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖത്തെ വടുക്കളെല്ലാം മാറ്റി 14 ഗ്രാമി അവാർഡുകൾ നേടിയ ചടുല നൃത്തത്തിന്റെ സ്നിഗ്ധലയ താളയം കൊണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ തന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത കൈവിരലുകൾ കൊണ്ടും കാൽവിരലുകൾ കൊണ്ടും മാന്ത്രിക സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്ത ആയിരക്കണക്കിന് 14 ഗ്രാമി അവാർഡ് നേടിയ ലോകത്തിലെ ഒരേ ഒരു സംഗീതജ്ഞനായ ബാർബറ പ്രഭുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 140 ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ കൊട്ടാരത്തിന്റെ ഉള്ളിൽ സുഖലോലുപത്തിന്റെ രാജകുമാരനായി കടന്നുറങ്ങി അവസാനം ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയ മൈക്കിൾ ജാക്സനെ നിങ്ങൾക്കറിയാം. ഇടയ്ക്ക് എല്ലാവരും ഒരു വാർത്ത കേട്ടു, മൈക്കിൾ ജാക്സൺ മുസ്ലിമായി. കാരണം എന്താ? ബഹ്റൈനിലെ രാജകുമാരനുമായിട്ട് നടന്ന വഞ്ചനാ കേസിൽ ബഹ്റൈൻ കോടതിയിൽ ഹാജരാകുന്നതിന്റെ തലേ ദിവസം മൈക്കിൾ ജാക്സൺ മുസ്ലിമായി മിക്കായേൽ എന്ന പേര് സ്വീകരിച്ചു. അത് മൈക്കിൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളത്തിൽ വായിച്ചാൽ മിക്കായേൽ എന്ന് വായിക്കാൻ പറ്റും. മൈക്കിൾ എന്നും വായിക്കാം, മിക്കായേൽ എന്ന് വായിക്കാം. ഇല്ലേ? എങ്ങനെ വേണമെങ്കിലും വായിക്കാം. കൊല്ലോന്നും ഇംഗ്ലീഷിൽ എഴുതിയാൽ കൊല്ലോന്നും വായിക്കാം, കൊള്ളാന്നും വായിക്കാം. അത് ഭാഷയുടേതാണ്. മൈക്കിൾ ജാക്സൺ എഴുതിയാൽ മിക്കായേൽ എന്നും വായിക്കാം. അതിനേക്കാളൊക്കെ മുമ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. മൈക്കിൾ ജാക്സനെയൊക്കെ മുമ്പ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ മാസ്മരികമായ ലോകത്തേക്ക് കടത്തിക്കൊണ്ടുപോയ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് അമ്മാനമാടിയ മൈക്കിൾ ജാക്സനൊക്കെ എത്രയോ മുമ്പ് ലോകം മുഴുവനും അറിഞ്ഞൊരു വല്ലാതെ സംഗീത പ്രതിഭയുണ്ടായിരുന്നു. കെട്ടി സ്റ്റീവൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്നും ദാടിയും തലപ്പാവുമായി ജീവിച്ചിരിക്കുന്ന യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമായിരിക്കും.
യൂസുഫുൽ ഇസ്ലാം ഹൂ ഈസ് ദ റഹ്മാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മ്യൂസിക് നിങ്ങളുടെ മൊബൈലുകളിൽ കണ്ടേക്കാമത് യൂസുഫുൽ ഇസ്ലാമിന്റേതാണ്. മുസ്ലിമാകുന്നതിന് മുമ്പ് കെട്ടി സ്റ്റീവൻസ് എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സനെക്കാളേറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സംഗീതത്തിന്റെ മാസ്മരീക ലോകത്തിലോട്ട് കൊണ്ടുപോയ കെട്ടി സ്റ്റീവൻസ് ക്യാൻസർ ബാധിച്ച് ലണ്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ക്യാൻസറിന്റെ വല്ലാത്ത വേദന സഹിക്കാൻ കഴിയാതെ കെട്ടി സ്റ്റീവൻസ് വല്ലാതെ കിടന്ന് പൊളയുമ്പോ സമയത്ത് കുറെ ക്രൈസ്തവ മിഷണറിമാര് വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന് ബൈബിള് പാരായണം ചെയ്തു. അദ്ദേഹത്തിന്റെ എല്ലാ വേദനയും മാറാൻ വേദന മാറിയില്ല. ആരോ ഒരാൾ പറഞ്ഞു അത്രേ, ഇവിടെ അടുത്ത് ഒരു കൊച്ചു സുഡാനി ബാലനുണ്ട്, അവൻ നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്. കെട്ടി സ്റ്റീവൻസ് പറഞ്ഞു ഏതായാലും വേണ്ടില്ല വിളിക്കുക. കറുകറുത്ത 13 വയസ്സുള്ള സുഡാനി ബാലൻ കെട്ടി സ്റ്റീവൻസ് എന്ന് പറയുന്ന സംഗീത മാസ്മരീക പ്രതിഭയുടെ മുമ്പിലെത്തി. ആ കൊച്ചു സുഡാനി ബാലന് കെട്ടി സ്റ്റീവൻസിന്റെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുത്തു അത്രേ. ഏത് ഖുർആൻ ആയിരുന്നെന്നറിയുമോ? സൂറത്തുർ റഹ്മാനോട്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വൻ നജ്മു വസ്സദറു യസ്ജുദാൻ. ലോകം മുഴുവനും തന്റെ സംഗീത ലോകം കണ്ട് കീഴടക്കിയ മാസ്മരീക പ്രതിഭയുടെ മനസ്സിലോട്ട് അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങാഴ്ന്നിറങ്ങിയപ്പോ, അദ്ദേഹത്തിന്റെ മനസ്സിനെ ഖുർആൻ കീഴടക്കിയപ്പോ ലണ്ടനിലെ കടക്കയിൽ കിടന്നുകൊണ്ട് കെട്ടി സ്റ്റീവൻസ് അറിയാതെ പറഞ്ഞു പോയത്രേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലക്ഷക്കണക്കിന് സംഗീതത്തിന്റെ കോപ്പി വിറ്റടിച്ച കെട്ടി സ്റ്റീവൻസ് ഖുർആന്റെ ഒരൊട്ടായത്ത് കേട്ടിട്ട് ഇസ്ലാമിലോട്ട് കടന്നു വന്നെങ്കിൽ പിന്നീട് അയാൾ എന്ത് ചെയ്തെന്നറിയുമോ? ലണ്ടനിലെ ആശുപത്രി കിടക്ക വിട്ടെടുന്നേക്കുമ്പോ കെട്ടി സ്റ്റീവൻസ് യൂസുഫുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചിട്ട് പറഞ്ഞു, സംഗീത ലോകത്തിലൂടെ ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് ഡോളറുകൾ അത് സ്വിസ് ബാങ്കിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ട് ഹറാമിലൂടെ സമ്പാദിച്ചത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അക്കൗണ്ട് വലിച്ചെറിഞ്ഞ് നീണ്ട താടിയും തലപ്പാവും ജുബ്ബയും ഇട്ട് ലോകം മുഴുവനും തന്റെ ശിഷ്ടകാല ജീവിതം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മാറ്റിവെച്ച ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനായ യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമോ? ഒരു സംഗീത ലോകത്തിന്റെ പ്രതിഭയെ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ ഖുർആനിന് കഴിഞ്ഞെങ്കിൽ എന്തേ സഹോദരങ്ങളെ കഴിയുന്നില്ല. ജർമ്മൻ എയർവേസിൽ യൂസുഫുൽ ഇസ്ലാം യാത്ര ചെയ്യുകയാണ്. യൂസുഫുൽ ഇസ്ലാമിന്റെ ദാടി കണ്ടപ്പോ എയർ ഹോസ്റ്റസ് പറഞ്ഞു, നിങ്ങളുടെ ദാടി ഭീകരവാദിയുടെ താടിയാണ്, ഒന്നുകിൽ ഈ താടി വടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലെയിനിൽ നിന്ന് വെളിയിലിറങ്ങുക, ഇത് ഭീകരവാദത്തിന്റെ താടിയാണെന്ന് ഇന്നത്തെ സയോണിസ്റ്റ് കൊളോണിയലിസ്റ്റ് ശക്തികളെ പോലെ എയർ ഹോസ്റ്റസ് വന്ന് പറയുമ്പോ ഒന്നുകിൽ താടി വടിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നിന്ന് വെളിയിലിറങ്ങുക. ആ സമയത്ത് ചരിത്രത്തിന്റെ തനിയാവർത്തനം പോലെ പണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ റുസ്തമിന്റെ മുമ്പിൽ പോയി താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോ, എന്താണിത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ, അനതുറുക്കു സുന്നത നബീന മുഹമ്മദിന സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാഉലാഇൽ ഹംകാ. ഈ പമ്പര വിഡ്ഢികൾക്ക് വേണ്ടി എന്റെ പ്രവാചകന്റെ ഒരു തിരുസുന്നത്ത് ഞാൻ കളയില്ലെന്ന് പറഞ്ഞ്, ഇല്ല എന്റെ താടി എന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ് ആവർഷ ഐക്യത്തോടെ പറഞ്ഞു കൊടുത്ത യൂസുഫുൽ ഇസ്ലാമിനെ നിങ്ങൾക്കറിയുമോ? ലോകം മുഴുവനും കീഴടക്കിയ സംഗീത പ്രതിഭ സൂറത്തുർ റഹ്മാൻ കേട്ടപ്പോ മുസ്ലിമായി. ഇതാണ് ഖുർആൻ. ഖുർആൻ ഒരു മാസ്മരികതയാണ്. പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടിരിക്കും, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ കേട്ടിട്ട് എത്രയോ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു. എന്തേ ഖുർആൻ നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നില്ല? ലോകം മുഴുവനും അംഗീകരിച്ച, ലോകം മുഴുവനും ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന, നാവിൻ തുമ്പിൽ മധുരമായി, തൂലികത്തുമ്പിൽ പൊലിമയായി, ഹൃദയത്തിൽ ഒരു വലിയ വർണ്ണമഴയായി പെയ്തിറങ്ങുന്ന ഖുർആനിന്റെ ഏറ്റവും വലിയ മാസ്മരീക അർത്ഥ ഗാംഭീര്യമുള്ള സമതലങ്ങളിലേക്ക് കടന്നിറങ്ങുമ്പോഴാണ്, ഖുർആൻ ഒന്ന് നാം പരിചയിക്കുമ്പോഴാണ് നാം എത്രയാണ് അജ്ഞരായി മാറി നിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച തുടങ്ങുകയാണ്. ഖുർആനാണ് നമ്മുടെ ചർച്ച. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലോട്ടൊന്ന് ഇറങ്ങണം. ഖുർആൻ പറയാൻ ഏതായാലും നമുക്ക് കഴിയില്ല. ഖുർആനീക ദർശനം വിടർത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിനു മുന്നിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ നിൽക്കാനേ നമുക്ക് കഴിയൂ. ആ ഖുർആനിലെ ആദ്യത്തെ ആയത്ത്, ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ഖുർആനിലെ ആദ്യത്തെ ആയത്താണ്.
നമ്മൾ എപ്പോഴും ഓതുന്ന, എപ്പോഴും ഓതാൻ അല്ലാഹു നമ്മളോട് പറഞ്ഞ, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി അറിയേണ്ട ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചർച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂക്തമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേൾക്കാനും പറയാനുള്ള വിശാല മനസ്ഥിതി. എന്താണ് അൽഹംദുലില്ലാഹ്? വലിയ പ്രതിഫലമുള്ള, നാം ജീവിതത്തിൽ എത്രയേറെ അറിയേണ്ടിയിരിക്കുന്ന ഒന്നാണ്. എന്താണ് അൽഹംദുലില്ലാഹ്? അൽഹംദുലില്ലാഹ് അർത്ഥം എന്താണ്? സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. എന്തിനാണ് നമ്മളത് പറയുന്നത്? ജീവിതത്തിൽ നമ്മൾ ധാരാളം ദിക്റുകൾ, അൽഹംദുലില്ലാഹിലേക്ക് ഞാൻ കിടക്കാൻ, ധാരാളം ദിക്റുകൾ നമുക്കറിയാം. ഏറ്റവും പ്രതിഫലമുള്ള ദിക്ർ അതാ അഫ്ളൽ ദിക്ർ. നമ്മൾ അങ്ങനെ അഫ്ളൽ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇന്നീ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അൽഹംദുലില്ലാഹിയുടെ മഹത്വം നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അൽഹംദുലില്ലാഹ്. എന്താണ് അൽഹംദുലില്ലാഹയുടെ പൊരുൾ? എന്താ അൽഹംദുലില്ലാഹിക്ക് ഇത്രയേറെ പ്രത്യേകത? എന്താ? ഈ ഒരു ചിന്ത ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. അൽഹംദുലില്ലാഹ്, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. എനിക്കത് വലിയ ഇഷ്ടമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമുക്ക് ചിന്തിക്കാം, എന്തിനാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്? നമുക്ക് ആർക്കെങ്കിലും പറയാതിരിക്കാൻ കഴിയും അല്ലാഹുവിനോട്? നമ്മൾ ഒരാളെ സ്തുതിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരാളോട് പറയുന്നത്, നിനക്കെന്നോട് എനിക്ക് വല്ലാത്ത കടപ്പാടുണ്ട്. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ? അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ? എല്ലാ സമയത്തും തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ഉറക്കത്തിൽ നിൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ഉറങ്ങാൻ കിടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എന്ത് പറയണം? മാത്രമല്ല ആഖിറത്തിലും പറയുന്ന ദിക്ർ അൽഹംദുലില്ലാഹ് മാത്രമാണ്. ഖുർആനാണ് തെളിവ്. കേട്ടോളി, അള്ളാഹു നമുക്ക് തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഒരല്പനിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്? അള്ളാഹു തന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ എത്രയാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ചിലപ്പോൾ മനുഷ്യന് കഴിഞ്ഞേക്കാം. ഈ ഭൂമിയിൽ എത്ര മണൽത്തരിയുണ്ടെന്നും ചിലപ്പോൾ മനുഷ്യന് ചിന്തിക്കാൻ കഴിഞ്ഞേക്കാം. ലോകത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരേ ഒരു കാര്യം മാത്രമേ ലോകത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അതേതെന്നറിയുമോ? വഇൻ തഅദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. സാധ്യമല്ല എന്നല്ല തന്നെ പറഞ്ഞത് കൊണ്ട് ഈ പാവപ്പെട്ടവൻ അതിലേക്ക് മെനക്കെടുന്നില്ല. എന്നാലും ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറയട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് ഓർക്കുക. അള്ളാന്റെ റസൂല് പറയുന്നു, നിഅമതാനി മഗ്ബൂബതാനി കസീറും മിനന്നാസ്. അല്ലാഹു ഒരു മനുഷ്യനെ ചെയ്തു തന്ന ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. വിലമതിക്കാൻ കഴിയാത്ത, എത്രയാണ് വിലയെന്ന് മനുഷ്യന് നിശ്ചയിക്കാൻ കഴിയാത്ത രണ്ടനുഗ്രഹങ്ങൾ അല്ലാഹു മനുഷ്യന് ചെയ്തു തന്നിട്ടുണ്ട്. അതേതൊക്കെയാണെന്നറിയുമോ? മഗ്ബൂബതാനി കസീറും മിനന്നാസ്. അധിക ജനങ്ങളും ആ അനുഗ്രഹത്തിന്റെ വിലയറിയുന്നവരല്ല. അല്ലാഹു ചെയ്തു തന്ന കോടിക്കണക്കിന് അനുഗ്രഹത്തിൽ നിന്ന് ഒരേ ഒരു അനുഗ്രഹം മാത്രം സമയത്തിന്റെ പരിമിതി കൊണ്ട് പറയാനാണ് ഞാൻ മെനക്കെടുക. എന്തിനാണ് സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് പറയാനല്ല പറഞ്ഞത്? പറയാതിരിക്കാൻ കഴിയുമോ? നാവ് ചലിക്കാതിരിക്കാൻ കഴിയുമോ? അല്ലാഹു പറയുകയാണ്, റസൂലുള്ളാഹ് പറയുകയാണ്, വിലമതിക്കാൻ കഴിയാത്ത രണ്ടനുഗ്രഹം. പക്ഷെ അതിന്റെ വില നമുക്കാർക്കും ഇതേവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ആ വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അസ്സഹത്തു വൽ ഫറാഗ്. അസ്സഹത്തു വൽ ഫറാഗ്. ഒന്ന് അസ്സിഖത്തു, അല്ലാഹു അവന് നൽകിയ ആരോഗ്യമാണ്. വൽ ഫറാഗു, അവന് ഒഴിവ് കിട്ടുന്ന സമയവുമാണ്. ഒന്നാമത്തെ അനേമത്ത് തന്നെ ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വിലമതിക്കാൻ കഴിയാത്ത മനുഷ്യൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുക. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന്റെ വില എന്താ? അല്ലാഹു നമുക്കിപ്പോൾ നിവർന്നു നിൽക്കാനും കുനിഞ്ഞു നിൽക്കുവാനും ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു ചെല്ലുവാനും അല്ലാഹു എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നത്.
ആരോഗ്യമെന്ന അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ആരോഗ്യത്തിന്റെ വിലയറിയണമെങ്കിൽ നിങ്ങൾ ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ ഒന്ന് ചെന്ന് നോക്കണം. എത്രയോ ആളുകളാണ് ശ്വാസം വിടാൻ കഴിയാതെ, മൂത്രമൊഴിക്കാൻ കഴിയാതെ, വൃക്ക തകരാറിലായി കിടക്കുന്ന രോഗിക്ക് വൃക്ക വേണമെന്ന് രാവിലെ പത്രത്തില് പരസ്യം കാണുമ്പോ ആ സമയത്ത് നിങ്ങൾ അള്ളാഹു നൽകിയ അനുഗ്രഹം എന്നോർക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വിലയറിയണം. ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ. ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ആരോഗ്യത്തിന്റെ വില എന്താണ്? ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒരു ദിവസം 1.5 ലിറ്റർ മൂത്രം അവന്റെ വെളിയിലോട്ട് പോകണമെന്നാണ് ശൈതശാസ്ത്രത്തിന്റെ കണക്ക്. ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളില് 1.5 ലിറ്റർ മൂത്രം വെളിയിലോട്ട് പോയിരിക്കണം. അങ്ങനെ 1.5 ലിറ്റർ മൂത്രം വെളിയിൽ പോകണമെങ്കിൽ അവന്റെ 2 വൃക്കകളുണ്ട്. നട്ടെല്ലിന്റെ ഇരുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 11 സെന്റിമീറ്റർ നീളമുള്ള 8 സെന്റിമീറ്റർ വീതിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ഒരു പയർമണിയുടെ ആകൃതിയിലിരിക്കുന്ന വൃക്ക എന്ന് പറയുന്ന അവയവമുണ്ട്. അള്ളാന്റെ അനുഗ്രഹം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ നമ്മോട് ഓർമ്മിപ്പിച്ചതാ. നട്ടെല്ലിന്റെ ഇരുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 140 ഗ്രാം തൂക്കമുള്ള 11 സെന്റിമീറ്റർ നീളമുള്ള 8 സെന്റിമീറ്റർ വീതിയുള്ള വൃക്ക. ആ വൃക്കയാണല്ലോ രക്തം ശുദ്ധീകരിച്ചിട്ട് മൂത്രത്തെ ഉൽപ്പാദിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള വൃക്കക്കുള്ളിൽ അള്ളാഹു 25 ലക്ഷം നെഫ്രോണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നത് നെഫ്രോളജി എന്നാണ് വൃക്കയുടെ ഡിപ്പാർട്ട്മെന്റിന് ഹോസ്പിറ്റലിൽ പറയുക. കാരണം എന്താ? വൃക്കക്കുള്ളിൽ 25 ലക്ഷം നെഫ്രോണുകൾ ഉണ്ട്. ആ 25 ലക്ഷം നെഫ്രോണുകൾ വർക്ക് ചെയ്യണമെങ്കിൽ വൃക്കക്കുള്ളിൽ 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകണം. 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകുമ്പോൾ 120 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യന്റെ വൃക്കക്കുള്ളിലൂടെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ 1350 ലിറ്റർ രക്തം ഇങ്ങനെ കറങ്ങി നടന്നാലേ അവന്റെ ശരീരത്തിൽ 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കപ്പെടൂ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാനെ മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദര, പെട്രോൾ ഡോളറിന്റെ ഉച്ചിട്ടം വന്ന് വീട്ടിലോട്ട് കുമിഞ്ഞുകൂടിയപ്പോ, സാമ്പത്തികമായ ഉന്നമനം കിട്ടിയപ്പോ അള്ളാഹ്ക്കൊന്ന് ദിക്ർ പറയാൻ മറന്നുപോയ, അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ടൊന്ന് പറയാൻ മറന്നുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, നിങ്ങൾ കേൾക്കണം. ഇപ്പോഴും നട്ടെല്ലിന്റെ ഇരുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 11 സെന്റിമീറ്റർ പോലും വലിപ്പമില്ലാത്ത അവയവത്തിലൂടെ 1350 ലിറ്റർ രക്തം ഇങ്ങനെ കറങ്ങി നടന്നാലേ ശരാശരി മൂത്രം നിന്റെ വെളിയിൽ പോവുകയുള്ളൂ എങ്കിൽ അവിടെയൊന്നുമല്ല പ്രശ്നം. 1350 ലിറ്റർ രക്തം എങ്ങനെയാണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ വൃക്കയിലൂടെ കടന്നു പോകുന്നത്? എങ്ങനെയാ? കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെയുള്ള രക്തം എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ രക്തമേ ഉള്ളൂ. അത് തന്നെ പുരുഷനാണ്. പെണ്ണിനാണെങ്കിൽ 4 ലിറ്റർ രക്തമേ ഉണ്ടാവുകയുള്ളൂ. പെണ്ണിന് 1 ലിറ്റർ രക്തം കുറവാണ്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് രക്തത്തിളപ്പ് കൂടുതലാണ്, പെണ്ണുങ്ങൾക്ക് രക്തത്തിളപ്പ് കുറവാണ്. കാരണം കുറച്ചേ സാധനമുള്ളൂ. 5 ലിറ്റർ രക്തമുള്ളത് പുരുഷന്റെ ശരീരത്തിലാണ്. ഡോക്ടറോട് ചോദിച്ചു നോക്കുക. ഈ 5 ലിറ്റർ രക്തമാണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ 1350 ലിറ്റർ രക്തം കറങ്ങി നടക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരത്തിന്റെ മസ്തിഷ്കം മുതൽ ഉച്ചന്തല മുതൽ പെരുവരൽ വരെ നാഡികളിലൂടെ ഞരമ്പുകളിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന രക്തം 24 മണിക്കൂറിന്റെ ഉള്ളിൽ 350 പ്രാവശ്യം ഈ വൃക്കയിൽ കിടന്ന് കറങ്ങിയാല് നിന്റെ 1.5 ലിറ്റർ മൂത്രം വെളിയിലോട്ട് പോവുകയുള്ളൂ. നിന്റെ വൃക്ക തകരാറിലാകാതിരിക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീടിന്റെ മുൻഭാഗത്തുള്ള ഒരു പൂന്തോട്ടം എങ്ങാനും വെള്ളം നനക്കാൻ വേണ്ടി 1 മീറ്റർ പോലും വലിപ്പമില്ലാത്ത ഓസുമായിട്ട് വന്നാല് ഒരു ഭാഗത്തെങ്ങാനും ഓസൊന്ന് മടങ്ങിപ്പോയാ വെള്ളത്തിന്റെ സർക്കുലേഷൻ അതോടെ തടസ്സമാകുമെങ്കിൽ എന്റെ സദസ്സിന്റെ മുമ്പിലിരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഈ മുതുകിന്റെ ഭാഗത്തൊന്ന് കൈവച്ചു നോക്ക്. എന്നിട്ട് കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ് പറഞ്ഞാ മതി. 11 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള വൃക്കയിലൂടെ 5 ലിറ്റർ രക്തം 350 പ്രാവശ്യം നിൽക്കാത്തതുപോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. പക്ഷേ ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു തടസ്സമില്ല.
ആരാണിതിനെ സംവിധാനം ചെയ്തത്? ആരാണ് ഈ രക്തത്തെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ രണ്ട് വൃക്ക തകരാറിലാവാട്, നിന്റെ ശരീരത്തിന്റെ രക്തം നിലക്കാട്. എങ്ങാനും തകരാറിലായ ഈ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും. അവസാനം അത് മാറ്റിവെച്ചാലല്ലാതെ അള്ളാഹു യാതൊരുവിധ ടാക്സും കൊടുക്കാതെ രക്തം ഇങ്ങനെ കറക്കുകയാ. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഒരു പ്രാവശ്യം ഡയാലിസിസ് നടത്തണമെങ്കിൽ 5000 രൂപ കെട്ടിവെക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു ഖുർആന്റെ ആദ്യം പഠിപ്പിച്ചു തന്നത് ഇതാണ്. ഓരോ നിമിഷവും നീ പറയണേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും എടുത്തിട്ട് ഈ മൈക്കിന്റെ കോടുവയറ് പോലെ പരസ്പരം ചേർത്ത് ചേർത്ത് ഒരൊറ്റ വള്ളി പോലെയാക്കി മാറ്റിക്കഴിഞ്ഞാൽ 5 അടി 10 ഇഞ്ച് വലിപ്പമുള്ള ഉയരമുള്ള എന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും മുറിച്ചെടുത്തിട്ട് അതെല്ലാം കൂടി ചേർത്ത് 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 വെച്ച് ഒരു വലിയ വള്ളി പോലെ ദീർഘമുള്ളതാക്കിയാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പിന് 72 കിലോമീറ്റർ ദൂരം വരുമെന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോ എന്റെ ശരീരത്തിലെ ഞരമ്പുകൾ എടുത്തിട്ട് കൂട്ടിവെച്ചിട്ട് 72 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്റെ ഞരമ്പിന്റെ ഒരു ഭാഗം കലൂർ പള്ളിയുടെ മുമ്പിൽ കാണുന്ന റോഡിൽ വെച്ചാൽ അതിന്റെ മറ്റേ ഭാഗം 72 കിലോമീറ്റർ അകലെ നമ്മുടെ കലൂർ അബ്ദുൾ റഹീം ഉസ്താദ് ജോലി ചെയ്യുന്ന കായംകുളം ടൗൺ വരെ എന്റെ ഈ ഞരമ്പിന് ദൂരമുണ്ടാകുമെങ്കിൽ എന്റെ 6 അടിയുള്ള ശരീരത്തിന്റെ ഉള്ളിലെ ഞരമ്പെടുത്തിട്ട് നീട്ടിവെച്ചാല് കലൂർ പള്ളിയുടെ മുമ്പിൽ വെച്ചാല് അങ്ങകലെ കായംകുളം വരെ അതിന്റെ നീളമുണ്ടാകുമെങ്കിൽ ഇത്രയേറെ നീളമുള്ള ഞരമ്പുകള് ഒരു റബ്ബർ ബാൻഡ് ചുട്ടിവെച്ചിരിക്കുന്നത് പോലെ, ഒട്ടുപാല് ചുട്ടിവെച്ചിരിക്കുന്നത് പോലെ ഒരു ഈ 6 അടിയുള്ള ശരീരത്തിന്റെ ഉള്ളിൽ ചുറ്റി ചുറ്റി വെച്ചിട്ട് ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷന് തടസ്സമില്ല. ആരാണിതിനെ സംവിധാനിച്ചത്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ കഴിയുമോ? അല്ലാഹുവേ സമ്മതിച്ചു റബ്ബേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ വേറെ ഒരനുഗ്രഹവും വേണ്ട. ഈ രക്തമങ്ങാനും ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്താൽ, ഒരു നേരം എങ്ങാനും ഒന്ന് ബ്ലോക്കായാൽ, ലക്ഷങ്ങൾ കൊടുത്താലും മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണെന്നറിയുമോ? പറയാതിരിക്കാൻ നിനക്ക് കഴിയുമോ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ നിന്നെ സ്തുതിക്കാതെ പറയാൻ കഴിയുമോ? അല്ലാഹുവേ നിന്നെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമോ? മമ്പേ നൂറേ ശംസോ ഖമർ യ മസ്ദറേ ലുത്ഫേ സാമോം സഗർ തു ദാവറേ റോസ് മഹ്ശർ ബി തു ഖാലിഖേ റബ്ബ് അക്ബർ ബി തു അജ്മലു ബി തു ബഗ്തർ ബി തു അസ്റബ് ബി തു അഫ്ളൽ ബി. അല്ലാഹുവേ ഇതെല്ലാം സങ്കീർണമായി പടച്ചവൻ നീയാണ് തമ്പുരാനെ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ അങ്ങ് പറയാൻ വേണ്ടി നിന്നാലേ മോനെ നമ്മുടെ ശരീരമില്ലേ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു അവയവമുണ്ട്, ഹൃദയം. ഹൃദയം 300 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ കൈയുടെ മുഷ്ടിയുടെ വലിപ്പമുള്ള ശരീരത്തിന്റെ വലതുഭാഗത്ത് ഇടഞ്ഞിരിക്കുന്ന ചെറിയ അവയവമാണ് നമ്മുടെ ഹൃദയം. 1 മിനിറ്റിൽ 72 പ്രാവശ്യം ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കണം. 1 മിനിറ്റിൽ 72 പ്രാവശ്യം ഈ ഹൃദയം സ്തംഭിക്കണം, ഈ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് കുറഞ്ഞു പോയാൽ അറ്റാക്കായി. എങ്ങനെയാണ് ഈ ഹൃദയം ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്? ലോകത്തിൽ ഏറ്റവും ജനിച്ചു കഴിഞ്ഞ 4ാമത്തെ മാസം റൂഹൂതിയത് മുതൽ മരണം വരെ ഒരു വിശ്രമവുമില്ലാതെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ ഹൃദയമാണ്. ഇത്രയേറെ വർക്ക് ചെയ്യുന്നു. വീട്ടിലൊരു മോട്ടോർ വാങ്ങിച്ചാൽ എത്ര നാൾ കറങ്ങും? കുറച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഓയിലെങ്കിലും മാറ്റി കൊടുക്കണ്ടേ?
നിന്റെ ശരീരത്തിൽ റൂഹൂതി 4-ാം മാസത്തിൽ മലക്ക് വന്ന് റൂഹൂതിയത് മുതൽ മരിക്കുന്നത് വരെ ഇടപെടവില്ലാതെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവം എന്താന്ന് വെച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ, അത് ഹൃദയമാണ്. 72-ൽ 1 കുറഞ്ഞു പോയാൽ നമ്മൾ പറയും അറ്റാക്കായിരുന്നു. ഈ ശരീരം മാത്രം മതി അള്ളാഹനെ മനസ്സിലാക്കാൻ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. അൽഹംദുലില്ലാഹ് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? 10 ഗ്യാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും, ഒരു കോഴിക്കോട് വെള്ളയെടുക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും, 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ള ഫോസ്ഫറസും, ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും, ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുറച്ചിട്ട് ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയെന്ന് കരുതുക. ആർക്കെങ്കിലും കഴിയുമെങ്കിൽ തന്നെ കണ്ണുകളുള്ള, കാലുകളുള്ള, മൂക്കുകളുള്ള, തലമുടിയുള്ള, തലയുള്ള, കാലുള്ള എല്ലാ അവയവങ്ങളുമുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാം. പക്ഷേ ആ മനുഷ്യന്റെ കണ്ണിന്റെ പീലി ഒന്നനങ്ങാൻ, അവന്റെ കണ്ണൊന്ന് ഇമവട്ടാൻ, അവന്റെ കൈവിരലുകളൊന്ന് ചലിക്കുവാൻ, അവന്റെ കാൽവിരലുകളൊന്ന് ചലിക്കുവാൻ ആ ശരീരത്തിലൊരു റൂഹ് വേണ്ടേ? ആ ശരീരത്തിലൊരു ആത്മാവ് വേണ്ടേ? ആർക്കാണ് അതിനെ കൊടുക്കാൻ കഴിയുക? ആർക്കാണ് ഈ ശരീരത്തിലൊരു റൂഹിനെ ഊതാൻ കഴിയുക? അല്ലാഹു തന്നെ പറഞ്ഞു, നബിയെ പറഞ്ഞു കൊടുക്കുക. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ഓ നബിയെ പറഞ്ഞു കൊടുക്കുക. അവർ വന്ന് റൂഹിനെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ പറയുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രം കഴിയുന്നതാണെന്ന് പറയും നബിയേ, പറയും നബിയേ. റൂഹിനെ ഊതാൻ ആർക്കും കഴിയില്ല. ചുരുക്കത്തിൽ ഈ ശരീരം തന്നെ കാണുമ്പോൾ അള്ളാഹിനോട് പറയണം, അല്ലാഹുവേ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. പറഞ്ഞല്ലേ പറ്റൂ? പറയാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്നാ ഒരു ഹദീസും കൂടെ കേട്ടോളീ, ഒരു ഹദീസും കൂടെ കേട്ടോളീ. പറയാൻ പറ്റുമല്ലോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അൽഹംദുലില്ലാഹ് എന്തിനാ പറയേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ഇന്നലിൽ ഇൻസാനി 360 മഫ്സറാ. ഒരു മനുഷ്യ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ആദരവായ പ്രവാചകൻ പറയുന്നു, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയില്ലാത്ത, ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത, ഒരു ഗുരുമുഖത്ത് പോയി വിദ്യ നുകർന്നിട്ടില്ലാത്ത അന്നബിയിൽ ഉമ്മിയി നിരക്ഷരനായ പ്രവാചകൻ അർണോൾഡ് ജോസഫ് ടോയൻബിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, പ്രോഫറ്റ് ഓഫ് അറേബ്യ, അറേബ്യയുടെ നിരക്ഷരനായ പ്രവാചകന് ഒരു ശസ്ത്രക്രിയ ചെയ്യാതെ, ഒരു സ്കാനിങ് നടത്താതെ ലോകത്തിന്റെ മുത്തുതന്റെ അനുയായികളോട് പറയുകയാണ്, സഹാബാക്കളെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ആരാണ് പറയുന്നതെന്നറിയുമോ? നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു 360 ജോയിന്റുകളുണ്ട് മനുഷ്യ ശരീരത്തില്. ഇപ്പൊ തന്നെ നോക്കി, ഒരു കയ്യിൽ എത്ര ജോയിന്റ് ഉണ്ട്? കൈയുടെ ഇതിനെന്താ പറയണേ? ഭാഷയിലെ വ്യത്യാസം വലിയ പ്രശ്നം ഉണ്ടാവും. എന്താ ഈ ഭാഷയിൽ വ്യത്യാസം വന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ എന്ത് പറയും? ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്, ഖുർആൻ മാത്രം. മലയാളത്തിന് വന്നവന് മലയാളം ഇവിടെ നിന്ന് മാറിയ പാലാട് കഴിഞ്ഞാൽ ഭാഷ മാറി. തമിഴൻ എത്ര പാടുപെട്ട് മലയാളം പറയാൻ വേണ്ടി ശ്രമിച്ചാലും പറ്റൂല. 20 വർഷം കേരളത്തിൽ താമസിച്ചവനോട് വാഴപ്പഴം എന്ന് പറയാൻ അവന് പറ്റില്ല, വാളപ്പഴം എന്ന് തന്നെ പറയും. വഴങ്ങില്ല. കർണാടകയിൽ ചെന്നാൽ ഭാഷ മാറി. കുറെ കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലോട്ട് പോയാൽ പിന്നെ ഉറുദുവായി. നമുക്കറിയോ ക്യാ കർത്താവെന്ന് വെച്ചാൽ അതാണ് വെയിൽ കൊണ്ട് കറുത്തു പോയതാന്ന് പറയും. കഴിയില്ല. ഭാഷകളിൽ വ്യത്യാസമുണ്ടാകുന്നു, നിറങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു. ഇന്ത്യയിൽ താമസിക്കുന്നവൻ ഇരുനിറം, അമേരിക്കയിൽ ജനിച്ചവന് വെളുത്ത നിറം, ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചാൽ അവന് കറുത്ത നിറം. ആര് തീരുമാനിച്ചു ഇത്? ആരാണ് ഇങ്ങനെ തീരുമാനിച്ചത്? ഖുർആൻ നോക്കുക. അല്ലാഹു പറയുന്നു സൂറത്തുർ റൂമിൽ കാണാം, മിന്നായാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ വലിയ ദിട്ടാന്തമാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. വഖ്തിലാഫു അൽസിനതിക്കും, നിങ്ങളുടെ ഭാഷയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വഅൽവാനിക്കും, നിങ്ങളുടെ നിറങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. സൂറത്തുർ റൂം അല്ലാഹു പറയാണ്. ഖുർആൻ പറയാത്ത എന്താ ഉള്ളത്?
അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് കുഴ. ഒരു കയ്യിൽ തന്നെ എത്ര ജോയിന്റാണ്. ഞാൻ സംസാരിക്കുമ്പോ ഏതൊക്കെ കൈയുടെ എത്ര ജോയിന്റുകൾ അടങ്ങുന്നോണ്ടാണ് സംസാരിക്കാൻ പറ്റുന്നത്. താടിയുടെ ഭാഗത്തെ ജോയിന്റുകൾ വർക്ക് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ശബ്ദം വെളിയിലേക്ക് വരില്ല. നിങ്ങൾ കസേരയിൽ ഇരിക്കുന്ന ഇപ്പൊ എത്ര ജോയിന്റ് വർക്ക് ചെയ്തിട്ടാണ്. നടുവിന്റെ ജോയിന്റ് വർക്ക് ചെയ്യണം, കാൽമുട്ടിന്റെ ജോയിന്റ് വർക്ക് ചെയ്യണം, കഴുത്തിന്റെ ജോയിന്റ് വർക്ക് ചെയ്യണം, കൈയുടെ ജോയിന്റ് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തില്ലേ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, ഇല്ലേ? വർക്ക് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ അടിക്കാനും ഇങ്ങനെ നിർത്താനും. ഈ വർക്ക് ചെയ്യാത്തൊരവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ റോഡിലൂടെ നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ ഇരിക്കുന്ന അവസ്ഥ. നിങ്ങൾ അൽഹംദുലില്ലാ പറയുന്നത് എന്തിനാണ്? ഞാൻ വളരെ സരളമായ ഭാഷയിൽ പറയാൻ. നമുക്കെങ്ങാനും നടുവൊന്ന് മടക്കാൻ പറ്റാതെ വന്നിരുന്നെങ്കിലോ, മുട്ടൊന്നും മടക്കാൻ പറ്റാതെ എത്രയോ ആളുകൾ വയസ്സായി കഴിഞ്ഞാൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ഓരോ ജോയിന്റുകളും വർക്ക് ചെയ്യുമ്പോ അതിന് അനുഗ്രഹം തന്ന അള്ളാഹുവിന് ആ അനുഗ്രഹത്തിന് പകരമായി ഓരോ ദീനാറുകൾ നിങ്ങൾ സദക്ക ചെയ്യണേ. നിങ്ങളുടെ 360 ജോയിന്റുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, നിങ്ങൾ ഓരോ ജോയിന്റുകളും വർക്ക് ചെയ്യുമ്പോ അതിന് അവസരം തന്ന തമ്പുരാന് നന്ദിയായിട്ട് ഓരോ ദീനാറ് നിങ്ങൾ സദക്ക ചെയ്യണേ. ഇത് കേൾക്കേണ്ട താമസം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 മണിക്കൂർ സംസാരിക്കുമ്പോ എന്റെ കൈ ചലിക്കുന്നു, എന്റെ കാല് ചലിക്കുന്നു, എന്റെ നാവ് ചലിക്കുന്നു, എന്റെ താടിയെല്ലാം അനങ്ങുന്നു. ഓരോന്നിനും ഞാൻ ഓരോ സ്വർണ്ണനാണയ സദക്ക ചെയ്താൽ 2 മണിക്കൂർ സംസാരിക്കുന്നവൻ എത്ര സദക്ക ചെയ്യേണ്ടി വരും? ഇത് കേൾക്കേണ്ട താമസം. ബിലാൽ റളിയല്ലാഹു തആല ചോദിച്ചുവത്ര, നബിയേ മാലാ താഖത ലനാ യാ റസൂലല്ലാഹ്. അള്ളാന്റെ തിരുദൂതരെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല, കിടക്കാൻ നിങ്ങൾക്ക് കിടപ്പാടമില്ല. മസ്ജിദ് നബവിയുടെ വരാന്തയിൽ ഇരുന്നിട്ട് ആരെങ്കിലും കൊടുക്കുന്ന സദക്ക തിന്നിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഓരോ ജോയിന്റും വർക്ക് ചെയ്യുമ്പോ ഒരു ദീനാറ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല നബിയേ. ഞങ്ങൾ എന്താണ് നബിയെ ചെയ്യുന്നത്? അള്ളാഹ്ക്ക് നന്ദി ചെയ്യാത്തവരായി ഞങ്ങൾ മാറിപ്പോകുമോ? നന്ദി ചെയ്യാത്തവർക്ക് അള്ളാഹു നരകമല്ലേ നൽകുക? അൽഹംദുലില്ലാ പറയാതിരുന്നാൽ ശ്രദ്ധിച്ചു കൊള്ളുക. അള്ളാഹ് ചെയ്ത അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിയേ മതിയാകൂ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ബിലാലെ ഭയക്കണ്ട, നിന്റെ കയ്യിൽ കൊടുക്കാൻ നിനക്ക് ദീനാറില്ലയോ? വകുല്ലു തക്ബീറത്തുൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തുൻ സദഖ. നിനക്ക് ദീനാറ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഒരു കൈയുടെ ജോയിന്റ് വർക്കാകുമ്പോ നീ നാവ് കൊണ്ട് പറഞ്ഞോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. അതൊരു സദഖയുടെ സ്ഥാനത്താണെന്ന് ശഫീഉൽ വറാ നബിയുൽ മുജ്തബാ ഫഹ്മി വസിലി വാഖിദു യദി ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂൽ നിന്റെ സദക്ക ചെയ്യാൻ ദീനാറില്ലേ? കൈയുടെ വിരലൊന്നും മടങ്ങിയാൽ നീ 3 അൽഹംദുലില്ലാ പറയണം. എത്ര പേര് പറയാറുണ്ട്? ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നന്ദി കെട്ടവനാണ് നീ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ അള്ളാഹ് പറഞ്ഞ മനസ്സിലായി അൽഹംദുലില്ലാ എന്ന് പറയാൻ. വഖുൽ അൽഹംദുലില്ലാ, നീ അൽഹംദുലില്ലാ പറഞ്ഞു. പക്ഷെ ബൽ അക്സറുഹും ലാ യഅലമൂൻ, അള്ളാഹ് പറയാം. പക്ഷെ ഭൂരിഭാഗം പേർക്ക് എന്തിനാ പറയണേന്ന് അറിഞ്ഞൂടാ. അള്ളാഹ് തന്നെ പറയാണ് ബൽ അക്സറുഹും ലാ യഅലമൂൻ, ഭൂരിഭാഗം ആളുകൾക്ക് എന്തിനാ പറയണേന്ന് അറിഞ്ഞുകൂടാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നീ വെള്ളം കുടിച്ചു കഴിയുമ്പോ അള്ളാഹിനോട് പറയണം, അല്ലാഹുവേ അൽഹംദുലില്ലാ അല്ലദീ ജഅലൽ മാഅ അദ്ബന ഫുറാതൻ ബിറഹ്മതി. അല്ലാഹുവേ ഈ വെള്ളം എനിക്ക് കുടിക്കാൻ യോഗ്യമാക്കി തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ പറയണം. ഉറങ്ങുമ്പോ പറയണം, ഉറക്കിന്ന് എഴുന്നേൽക്കുമ്പോ പറയണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാല് പറയണം. പറയാറുണ്ടാ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്തിനാ പറയണേ? എന്തിനാ പറയണേ? സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാലോ എന്തിനാ പറയണേ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ വെള്ളത്തിന്റെ രാസനാമം H2O. H2O എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ 2 തന്മാത്ര, ഓക്സിജന്റെ 1 തന്മാത്ര. ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ജലമുണ്ടാകും. ഹൈഡ്രജന്റെ ജോലി എന്താ? ഹൈഡ്രജന്റെ ജോലി എന്താ? കത്താൻ കത്തുക. സൂര്യൻ പ്രകാശിക്കുന്ന സൂര്യനിലുള്ള വാതകം ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഹീലിയവുമാണ്. ഇനി 500 കോടി വർഷവും കൂടെ കത്താനുള്ള ഇന്ധനമേ സൂര്യനിലുള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്.
നക്ഷത്രങ്ങൾ എപ്പോഴും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രജനും ഹീലിയവും ഉള്ളത് കൊണ്ടാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ സ്ഥാനത്താണ്. എപ്പോ വേണേലും പൊട്ടിത്തെറിച്ച് കത്താം. സൂര്യൻ ഇത്രയേറെ ചൂട് കൊടുക്കുന്നത് ഹൈഡ്രജനാണ്. 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും 60 കോടി ടൺ ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് സൂര്യൻ. പൊക്രാന്റെ ആണവ നിലയത്തെക്കാളേറെ ഹൈഡ്രജന്റെ 2 തന്മാത്ര കത്തുന്ന 2 സാധനം. ഓക്സിജന്റെ ജോലി എന്താ? കത്താൻ സഹായിക്കുക, തീപ്പെട്ടിയുടെ ജോലി. ഹൈഡ്രജന്റെ 2 തന്മാത്ര സ്വയം കത്തുന്ന സാധനം, ഓക്സിജന്റെ 1 തന്മാത്ര കത്താൻ സഹായിക്കുന്ന സാധനം. പെട്രോൾ ഒരു ഭാഗത്തിരിക്കുന്നു, തീപ്പെട്ടി അതിനോട് ചേർന്നിരിക്കുന്നു. എന്ത് സംഭവിക്കും? കത്തിപ്പിടിച്ചാൽ ചൂടുണ്ടാകുവോ? വയറ് വല്ലാതെ കത്ത് കാണും. വല്ലാത്ത നമ്മൾ പറയില്ലേ, വിശന്ന് വല്ലാതെ ചുട്ടു എന്നാണ്, എരിപൊരി കൊള്ളുകയാണ്. ദാഹം മൂത്ത് കഴിഞ്ഞ ഗ്ലൂക്കോസ് കുറയും. വയറിന്റെ ഉള്ളിൽ ദാഹം ഉണ്ടാകുന്നപ്പോഴാ, വിശപ്പുണ്ടാകുന്നപ്പോഴാ ഗ്ലൂക്കോസ് കുറയും. ഗ്ലൂക്കോസ് കുറയുമ്പോൾ വെള്ളം കുടിക്കാൻ മനുഷ്യന് തോന്നും. എങ്ങനെയാ തോന്നുന്നത്? ചില നാളെ പറയാം. മസ്തിഷ്കത്തിന്റെ താഴെ ഒരു ചെറിയ സാധനമാണ്, അതിന്റെ പേര് ഹൈപ്പോതലാമസ് എന്നാണ്. 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള ഒരു സാധനം മസ്തിഷ്കത്തിന്റെ താഴെ ഇരിപ്പുണ്ട്. അതാണ് വെള്ളം കുടിക്കാൻ നേരത്ത് ദാഹം തോന്നിപ്പിക്കുന്നതും ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നതും ശരീരത്തിന് ചൂട് കൂടുമ്പോൾ തണുക്കാൻ വേണ്ടി ശരീരത്തോട് പറയുന്ന റിമോട്ട് കൺട്രോളാണ്. ഈ തലച്ചോറിന്റെ താഴെയാണ്, അപ്പർ സെറിബ്രത്തിന്റെ താഴെയാണ് അല്ലാതെ വെച്ചിരിക്കുന്നത്. 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള നമ്മുടെ റിമോട്ടിന് 100 ചാനലുള്ള ടിവിയുടെ റിമോട്ട് മാറ്റം നമുക്ക് എത്ര വേണം? അള്ളാടെ റിമോട്ടിനെ കുറിച്ച് പഠിക്കേണ്ട പ്രിയപ്പെട്ട സഹോദരിമാർ. അപ്പോ ഞാൻ പറഞ്ഞത്, വയറ് വല്ലാതെ ചൂടായി നിൽക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടി പരവശനായി വല്ലാതെ വയറ് വല്ലാതെ ചൂടാവുകയാണ്. അല്ലാഹുവേ, ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, വയറിന്റെ ചൂടൊന്ന് ശമിച്ചിരുന്നെങ്കിൽ. ആ സമയത്ത് അല്ലാഹു പറയുന്നു, നിനക്ക് കുടിക്കാൻ ഞാൻ തരുന്നത് എന്തെന്നറിയുമോ? എപ്പോഴും സ്ഫോടക ശേഷിയുള്ള ഹൈഡ്രജന്റെ 2 തന്മാത്ര കത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം, തീപ്പെട്ടിയും പെട്രോളും ഒരേ സ്ഥലത്തിരിക്കുകയാണ്. കത്താൻ എപ്പോഴും സാധ്യതയുണ്ട്. അല്ലാഹു പറയുന്ന കത്തിജ്വലിക്കുന്ന സാധനം നിന്റെ വയറ്റിലോട്ട് ഇറങ്ങുമ്പോ നിന്റെ കത്തല് മാറുകയാണ്. അള്ളാനോട് നീ പറയണ്ടേ, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലദീ ജഅലൽ മാഅ അദ്ബന ഫുറാത്താ. നബി തങ്ങൾ പറഞ്ഞു, വെള്ളം കുടിച്ചാൽ നീ ഇത് പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ നീ മുഅ്മിനല്ല. അല്ലാഹുവേ, ഈ കത്തിച്ചൊലിക്കുന്ന സാധനം കൊണ്ട് എന്റെ വയറ്റിന്റെ കത്തല് മാറ്റിയ തമ്പുരാനെ, എങ്ങനെയാണ് ബിറഹ്മതിഹി, നിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ, എന്റെ വയസ്സിന്റെ എല്ലാ കത്തലും നീ മാറ്റി തന്നു തമ്പുരാനെ എന്നല്ലാഹുവോട് നീ പറയണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. നീ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയണം, നീ വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാഹ് പറയണം. വേണ്ട, മഴത്തുള്ളി പെയ്യുന്നത് കാണുമ്പോ അല്ലാഹുവോട് നീ പറയണം അൽഹംദുലില്ലാഹ്. അല്ലാഹ് പറയുന്ന ഖുർആന്റെ ഒരു ആയത്ത് കേൾക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ച കാര്യം പറഞ്ഞിട്ട് അല്ലാഹ് പറയുകയാണ്, വഅംദറനാ അലൈഹിം മതറാ. ലൂത്ത് നബിയുടെ സമൂഹത്തെ ആകാശത്ത് നിന്നും മഴ പെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ തകർത്ത് കളഞ്ഞത്. ഫസാഅ മതറുൽ മുൻദരീൻ. അല്ലാഹു ശിക്ഷയായിട്ട് മഴയിറക്കിയാൽ അത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. മഴ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ മഴ അല്ലാഹു നിങ്ങൾക്ക് ഉപദ്രവമാക്കും. ഈ ആയത്ത് പറഞ്ഞിട്ട്, മഴയുടെ കാര്യം പറഞ്ഞിട്ട് അല്ലാഹു അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? വഖുലിൽ ഹംദുലില്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞോ. മഴ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, മഴയെ നിങ്ങൾ പേടിച്ചു കൊള്ളണം. എന്നിട്ടല്ല അടുത്ത ആയത്തിൽ പറയുന്നു, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയണേ. കാരണം എന്താണെന്നറിയോ? മഴയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്ന മേഘജാലകങ്ങൾ 10,080 കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന മേഘജാലകങ്ങൾ അടുത്തക്കുന്നത് 1 സെക്കൻഡ് കൊണ്ട് 1.5 ലക്ഷം ടൺ നീരാവി
നീരാവിയാണ് ഈ ഭൂമിയിൽ നിന്ന്, ജലമാണ് ഭൂമിയിൽ നിന്ന് നീരാവിയായി മുകളിലോട്ട് പോകുന്നത്. അതേ അളവിൽ തന്നെ 1.5 ലക്ഷം ടൺ നീരാവിയാണ് ആകാശത്ത് നിന്ന് ജലമായിട്ട് താഴോട്ട് വരുന്നത്. മഴ പെയ്യാൻ തുടങ്ങുമ്പോ 10,000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന മേഘപ്പാളിയിൽ നിന്ന് മഴ പെയ്യാൻ തുടങ്ങുമ്പോ മഴത്തുള്ളി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. അതിന്റെ വേഗത എന്താന്ന് നിങ്ങൾക്കറിയുമോ? 1 മണിക്കൂറിൽ 580 കിലോമീറ്റർ സ്പീഡിലാണ് ആകാശത്ത് നിന്ന് മഴത്തുള്ളി താഴോട്ട് വരുന്നത്. വരുന്ന വരവിലെങ്ങാനും ആ മഴത്തുള്ളി വന്ന് നമ്മുടെ തലയിൽ വീണാല് വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, ഒരു തുള്ളി വേണവൻ പിന്നീട് എഴുന്നേക്കില്ല. അത്ര സ്പീഡിൽ വരുന്ന മഴത്തുള്ളി നിന്റെ തലയിൽ വീണാല് അതോടെ നിന്റെ മരണം സംഭവിക്കുമെങ്കിൽ മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയുടെ 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ അല്ലാഹു മഴത്തുള്ളിയുടെ വേഗത 1 കിലോമീറ്ററിൽ 1 മണിക്കൂറിൽ 580 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന മഴത്തുള്ളിയുടെ വേഗത അല്ലാഹു 1 മണിക്കൂറിൽ 8 കിലോമീറ്ററായി കുറയ്ക്കുകയാണ്. അതാണ് ഭൂമിയിൽ വന്ന് വീഴുന്നത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഖുർആനിൽ മഴയുടെ കാര്യം പറഞ്ഞിട്ട്, മനുഷ്യ നിനക്ക് ബുദ്ധിയുണ്ടോ? വഖുലിൽ ഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ സ്തുതിക്കണേ. മാത്രമല്ല മഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴത്തുള്ളി ചെരിഞ്ഞാണ് വീഴുന്നത്, മഴത്തുള്ളി നേരെ വന്ന് വീഴാറില്ല. ഒരു സാധനം നേരെ വന്ന് തലയിൽ വീണാൽ ആഘാതം കൂടും, ചെരിഞ്ഞു വീണാൽ കുഴപ്പമില്ല. മനുഷ്യന് ബുദ്ധിമുട്ടാകാതെ അല്ലാഹു ഇത്രയും കാര്യം നിനക്ക് ചെയ്തു തരുമ്പോ സമയം തികയാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവോട് നിങ്ങൾ പറയണേ വഖുലിൽ ഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പറയാതിരിക്കാൻ പറ്റുമോ? അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന് പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ ആകെ ഹൃദയവും കുടല് പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കിടക്കുക. നമുക്കത് വിടട്ട് പോട്ട്. നമുക്കെന്തറിയാം? എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. ഒന്നും അറിയില്ല എന്നറിയുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാകാൻ വേണ്ടി അറിവുണ്ടാവുക. ഒന്നുമില്ലെന്ന് എനിക്കറിയണം. എനിക്കൊന്നും അറിയില്ല. നമുക്ക് എന്തറിയാം? കൺഫ്യൂഷ്യസിനല്ലോ കൺഫ്യൂഷ്യസ്, ലോക പ്രശസ്ത ചിന്തകനാണ്. കൺഫ്യൂഷ്യസ് റോഡിലൂടെ പോകുമ്പോൾ ഒരു കുട്ടി റോഡിലിരുന്ന് കളിക്കുകയാണ്, റോഡിന്റെ നടുക്ക്. അപ്പം ചുട്ട് കളിക്കുന്നു. കൺഫ്യൂസ് വെച്ച്, മോനെ നീ വാഹനങ്ങളും ആളുകളും പോകുന്ന റോഡിൽ വെച്ച് അപ്പം ചുട്ട് കളിച്ചാല് ഈ വാഹനം വന്ന് നിന്റെ തലയിൽ കൂടെ കയറി പോവില്ലേ? നീ മാറിയെന്ന് കളിക്ക്. ആ കുട്ടി പറഞ്ഞു, പിന്നെ ഞാൻ വിവരമില്ലാത്തൊരു കൊച്ചുകുട്ടിയാണ്. ഈ വണ്ടിയിൽ വരുന്നവന്മാരെല്ലാം വിവരമുള്ളവന്മാരല്ലേ, ഞാനൊരു വിവരമില്ലാത്ത കൊച്ചുകുട്ടി നടുക്കിരുന്നവൻ അവർ എന്റെ തലയിൽ കൂടെ അവര് മാറിപ്പോയിക്കൂടെ? കുട്ടിയുടെ ചോദ്യം. പിള്ളേർ അങ്ങനെ ചോദിക്കുള്ളൂ. എന്റെ ഉമ്മാനെ വാപ്പാക്ക് കിട്ടാക്കി വാപ്പാടെ ഉമ്മാനെ എനിക്കും കിട്ടാന്ന് പറയുന്ന പിള്ളേരാണ് ഇപ്പോൾ ഉള്ള പിള്ളേർ. ഒരു കുട്ടി പറഞ്ഞാണ് മസാല, എന്റെ ഉമ്മാനെ വാപ്പാക്ക് കിട്ടാക്കി വാപ്പാടെ ഉമ്മാനെ എനിക്കും കിട്ടി. കുട്ടി പറഞ്ഞു, നിങ്ങൾ മാറിപ്പോയി കൂടെ അവർക്ക്. ഈ കൺഫ്യൂഷൻ ഈ കുട്ടി വലിയ ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, നീ എന്റെ കൂടെ വന്ന് എനിക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു, നല്ല അറിവ് പഠിപ്പിച്ചു തരാം. അങ്ങനെ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് കൺഫ്യൂഷ്യസ്, ലോക പ്രശസ്ത ചിന്തകൻ, ഒരു മതം ഉണ്ടാക്കിയ ആളാണ് കൺഫ്യൂഷ്യസ് മതം, നടത്തിക്കൊണ്ടുപോയി. പോയ വഴിക്ക് സമർത്ഥനായ കുട്ടി, നിങ്ങൾ എന്നെ ഒത്തിരി കാര്യം പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞില്ല. അതെ, ഞാൻ ചില സംശയങ്ങളുണ്ട്, ചോദിക്കട്ടെ? കൺഫ്യൂഷ്യസ് ചോദിച്ചോളൂ. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, മാമ ഈ ആകാശത്ത് എത്ര നക്ഷത്രം ഉണ്ടെന്നൊന്ന് പറഞ്ഞുതരാവോ? കൺഫ്യൂഷ്യസ് ആകെ വലിയ കൺഫ്യൂഷ്യസിലായി. നീ വേറെ വല്ലതും ചോദിക്ക്, ഈ സമുദ്രത്തിൽ എത്ര തിരമാല വരുന്നെന്ന് പറയാ ഒരു ദിവസം? കൺഫ്യൂസ്. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെടുത്ത് തോളി വെച്ച മാതിരിയായില്ല, ഇപ്പൊ എന്താ ചെയ്യണേ? അപ്പോ പറഞ്ഞു, മോനെ നീ വേറെ ഈ ഭൂമിയിൽ എത്ര മണൽത്തരി ഉണ്ടെന്ന് പറയാവോ? കൺഫ്യൂഷൻസിന് ദേഷ്യമായി. കൺഫ്യൂഷൻ, മോനെ നീ ചുമ്മാ ഈ ആകാശത്തും ഭൂമിയിലും കടലിലും കിടക്കുന്ന കാര്യം ചോദിക്കാതെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യം ചോദിക്കും. നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ കാണുന്ന കാര്യം ചോദിക്കാതെ ഞാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടി ചോദിച്ചാൽ ഞാൻ കൺമുമ്പിൽ കാണുന്ന കാര്യം ചോദിക്കട്ടെ? ശരി, നിങ്ങളുടെ കൺപോളയിൽ എത്ര പീലി ഉണ്ടെന്ന് പറയാവോ? കണ്ണിന്റെ മുമ്പിൽ ആദ്യം കാണുന്നത് ഈ പീലിയാണ്. അതെത്രയാന്ന് അറിയാൻ പാടാത്ത നമ്മൾ പിന്നെ വേറെ അറിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അറിവല്ല ഉണ്ടാകേണ്ടത്, എനിക്ക് അറിയില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അറിവെല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? തിരിച്ചറിവാണില്ലാത്തത്. അറിവെല്ലാവർക്കും ഉണ്ട്, തിരിച്ചറിവില്ല. കള്ളു കുടിക്കൽ ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും കുടിക്കുന്നത് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. പലിശ മേടിക്കലെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ട് പലിശ മേടിക്കുന്നത് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. തല നിറച്ചിട്ട് നടക്കണമെന്ന് എല്ലാ പെണ്ണിനും അറിയാം, എന്നിട്ട് തല മറയ്ക്കാത്തത് അറിവില്ലാത്തത് കൊണ്ടല്ല, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. കള്ളു കുടിക്കരുത് എന്ന്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഫുഡ് വലിച്ചു വിടുന്നത് അറിവില്ലാന്നിട്ടല്ല, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. അറിവ് ഇബ്ലീസിനുണ്ടായിരുന്നു, ഇബ്ലീസിനില്ലാതെ പോയത് തിരിച്ചറിവാണ്. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാകണം. തിരിച്ചറിവുണ്ടാകണമെങ്കിൽ 2 കണ്ണ് പോരാ. തിരിച്ചറിവുണ്ടാകണമെങ്കിൽ
കടമ്മനിട്ട് പറഞ്ഞതുപോലെ കണ്ണു വേണം ഇരുഭാഗങ്ങളിലെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്നൊരുൾക്കണ്ണു വേണം, അണയാത്ത കണ്ണ്. മുകളിലും താഴെയും കണ്ണു വേണം, താഴെ മുകളിലും കണ്ണു വേണം. ഇതെല്ലാം ഉള്ളതുപോലെ കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഒരു ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. കണ്ണിന്റെ ഉള്ളിലൊരു കണ്ണ് വേണം, അതാണ് അകക്കണ്ണ്. അല്ലേ? ഖുർആൻ പറഞ്ഞതല്ലേ, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. അകക്കണ്ണുള്ളവർക്കാണ് ഇതിൽ ദൃഷ്ടാന്തമുള്ളത്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടാകുമ്പോഴല്ലേ വിജയം ഉണ്ടാകുന്നത്. ശിവക്കേരയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ശിവക്കേരയുടെ, ദ വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറന്റ്ലി. വിജയി ഉണ്ടാകുന്നപ്പോഴാണ് വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്. ഒരിക്കലും വിജയി വ്യത്യസ്തമായ കാര്യം ചെയ്യില്ല. കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുമ്പോഴാണ് വിജയി ഉണ്ടാകുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് കണക്കാക്കാം. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. അപ്പൊ സഹോദരിമാർക്ക് ഒരു സംശയം, ഉസ്താദേ എനിക്ക് അല്ലാഹു ഒന്നും തന്നിട്ടില്ല. എന്തെങ്കിലും അനുഗ്രഹം ചെയ്താലല്ലേ അള്ളാഹിനോട് അൽഹംദുലില്ലാഹ് പറയേണ്ടതുള്ളൂ. അള്ളാഹുവേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എന്റെ ജീവിതത്തിൽ എനിക്കൊന്നുമില്ല, കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, ജീവിതത്തിൽ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ പിന്നെ ഞാൻ അൽഹംദുലില്ലാഹ് പറയണോ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രത്തിന്റെ തീരത്തുകൂടി നടന്നു പോവുകയാണ്. ആരും വരാത്ത സമുദ്ര തീരത്തൊരു മനുഷ്യൻ ഇരിക്കുകയാണ്. ആ മനുഷ്യന് 2 കണ്ണുകളില്ല, അവന് 2 കാലുകളില്ല, അവന് 2 കൈകളില്ല, 2 കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത, 2 കൈകളില്ലാത്ത, 2 കാലുകളില്ലാത്ത ഒരു മനുഷ്യന് സമുദ്രത്തിന്റെ തീരത്തിരുന്നു കൊണ്ട് അയാൾ പറയുകയാണ്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടെ 2 ശബ്ദമേ കേൾക്കാനുള്ളൂ. ഒന്ന് കടലിന്റെ തിരമാലയുടെ ആരവമാണ്, മറ്റൊന്ന് ഈ മനുഷ്യന്റെ ചുണ്ടുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ എന്തിനാണ് നീ അല്ലാഹനെ സ്തുതിക്കുന്നത്? അല്ലാഹ് നിനക്ക് ദുഃഖമല്ലേ നൽകിയിട്ടുള്ളൂ? നിനക്ക് 2 കണ്ണില്ലല്ലോ, നിനക്ക് 2 കാലില്ലല്ലോ, നിനക്ക് 2 കൈകളുമില്ലല്ലോ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ സ്തുതിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു എനിക്കല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യത്. കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോ, അള്ളാന്റെ പരലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, കൈകൊണ്ട് ചെയ്തതിന് എനിക്ക് വിചാരണയില്ല, കണ്ണുകൊണ്ട് കണ്ട ഹറാമുകളില്ല, കാലുകൊണ്ട് നടന്ന ഹറാമുകളില്ല. പരലോകത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് ഹിസാബ് പറയണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. വേണ്ട സഹോദരങ്ങളെ, കുഴപ്പമില്ല, അള്ളാഹു നിനക്കൊന്നും നൽകിയിട്ടില്ലയോ? ചെറ്റപ്പുരയിലാണോ നീ കടന്നുറങ്ങുന്നത്? ഈത്തപ്പന മരത്തിന്റെ തെങ്ങിന്റെ ഓല വിരിച്ചിട്ടാണോ നീ കടന്നുറങ്ങുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാ പരാധീനതയും തന്നാൽ എന്തിനാണ് നമ്മളിത് പറയുന്നത്? അറിയുമല്ലോ, ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലിരുന്ന് പാതിരാത്രിയിൽ നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാചകന്റെ മകളായ ഫാത്തിമാന്റെ 2 കുട്ടികളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. 2 പേരും മുലകുടി പ്രായമാണ്. രാത്രിയിൽ റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോ അതാ വീടിന്റെ ഉള്ളിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നോക്കുമ്പോ തന്റെ പേരമക്കളെ കിടക്കുന്നത് എവിടെയെന്നറിയോ? ആരോ കെട്ടിക്കൊണ്ടുവന്ന ഈത്തപ്പഴ മരത്തിന്റെ ഈത്തപ്പഴം പായ്ക്ക് ചെയ്ത് കൊണ്ടുവന്ന ചാക്കിന്റെ മുകളിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കിടക്കുകയാണ്. ഇത് റസൂലുള്ളാഹിന്റെ മുഖം വല്ലാതെ വിവർണമായി. അവിടെ കിടന്നുകൊണ്ട് ഈത്തപ്പഴം പൊതിഞ്ഞുകൊണ്ടുവരുന്ന ചാക്കിൽ കിടന്നിട്ട് കുഞ്ഞുങ്ങൾ കരയുകയാ. കലൂര 7 വീട്ടിലാണ് ഈ അവസ്ഥയുള്ളത്. റസൂലുള്ളാഹി കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് വിളിച്ചു, മോളെ ഫാത്തിമ ഇവിടെ വരുമോളെ, എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നത്? അള്ളാന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, അവര് വിശന്നിട്ട് കരയുകയാ നബിയേ. പാതിരാ പത്തും കുത്തിയ നേരത്ത് മുലകുടി പ്രായം കഴിയാത്ത കുട്ടികള് ചാക്കിന്റെ മുകളിൽ കിടന്നിട്ടുകൊണ്ട് വിശന്നുകൊണ്ട് കരഞ്ഞ ചരിത്രം പറയാറുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ്
അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ കഥയാണ് ഈ പറയുന്നത്. മുലപ്പാല് പോലും കുടിക്കാനില്ലാതെ പൊട്ടിക്കരയുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, പത്ര ഫാത്തിമ, എന്തേ മോളെ അവർക്ക് തിന്നാനൊന്നും കൊടുക്കാത്തത്? നബിയേ, ഈ വീട്ടിലൊരു കാരക്ക പോലും ഇല്ല നബിയേ, എന്റെ കുഞ്ഞുമക്കളുടെ വായിൽ കൊടുക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ആഡംബരത്തിന്റെയും അത്യുപകാരത്തിന്റെയും മുകളിലോട്ട് നടന്ന് ലോകത്ത് വന്ന എല്ലാം വാരിക്കൂട്ടി കോൺക്രീറ്റ് സൗധങ്ങളിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സുഖം തേടി അലയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഇത് പറഞ്ഞാ മനസ്സിലാവൂല. ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പുമറേറിയ പട്ടിക്കുട്ടികളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമുള്ള വല്ലാത്ത ആഗ്രഹത്തോടെ 1-ാം തീയതി ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റ് മാറാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിന്റെ വരാന്തയിലൂടെ മദാമ പെണ്ണിന്റെ വേഷത്തെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉത്തമ സമുദായത്തിന്റെ തരുണീമണികൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. 3 നേരമല്ല, ഒരൊറ്റ ദിവസം കൊണ്ട് 300 റീചാർജ് ചെയ്താലും രഹസ്യകാമുകനുമായി ശ്രവണേന്ദ്രിയത്തിലോട് ചേർത്ത് വെക്കുന്ന മൊബൈൽ ഫോണുമായി സല്ലപിക്കുന്ന എന്റെ പെൺമണിക്ക് ഇത് പറഞ്ഞാ മനസ്സിലാകണമെന്നില്ല. ഫാത്തിമ 26 വയസ്സ് മാത്രമേ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന പെണ്ണാണ്. ഫാത്തിമ എന്ന് കേൾക്കുമ്പോൾ 26ാമത്തെ വയസ്സിൽ വഫാത്തായി പോയ തരുണീമണിയെ, ലലനാമണിയെ, പ്രവാചകന്റെ കരളിന്റെ കസനമേ, ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. റസൂലുള്ളാഹി പറയുന്നു, ഫാത്തിമ, ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നീ ഉമ്മയല്ലേ, നിനക്ക് മുലപ്പാലൊന്ന് കൊടുത്തുകൂടെ? മുലപ്പാല് കൊടുക്ക് ഫാത്തിമ, പൊന്നുമോൾക്ക്. പാതിരാവിന്റെ നിശബ്ദതയിൽ പൊട്ടിക്കരയുകയാണ് 2 കൊച്ചു കുഞ്ഞുങ്ങള്. എന്റെ ശബ്ദം കേൾക്കാനത്തെ കരൂരപ്പങ്ങളെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹി എന്ത് ചെയ്തു എന്നറിയുമോ? തന്റെ മകള് മുലപ്പാല് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് പിതാവാണെങ്കിലും നിൽക്കാൻ പാടില്ലല്ലോ. പിതാവിന്റെ മുമ്പിൽ മുലപ്പാല് കൊടുക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി അല്പനേരം മാറി നിന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുടെ കരച്ചിലൊരു ശമനമില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പൊട്ടി പൊട്ടി കരയുകയാണ്. റസൂലുള്ളാഹി വാതിൽക്കലോട്ട് വന്നു. പ്രവാചകന്റെ പള്ളിയും വീടും ചേർന്നാണ്. റസൂലുള്ളാഹി വാതിൽ വന്നൊരൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു, ഫാത്തിമ, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുത്തില്ലേ ഫാത്തിമ എന്ന് ചോദിക്കുമ്പോ മറുപടി വരുന്നത് 2 തേങ്ങലുകളാണ്. നോക്കുമ്പോൾ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ വാതിൽപ്പടിയിൽ നിന്ന് മുഖം പൊത്തിവെച്ച് തേങ്ങലടിച്ച് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പോയി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മുഖം പിടിച്ചിട്ട് തന്റെ റിസാലത്തിന്റെ വിരൽ കൊണ്ട് പൊന്തിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാണ്. എന്തേ മോളെ ഫാത്തിമ കരയുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹിയോട് ഫാത്തിമ പറഞ്ഞത് എന്തെന്നറിയുമോ പെങ്ങളെ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു, നബിയേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞു നബിയേ. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞു നബിയേ. പട്ടിണി കിടന്ന് എന്റെ സ്തനങ്ങളിൽ മുലപ്പാല് വറ്റിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഭക്ഷണമൊന്നും കഴിക്കാറില്ലാതെ എന്റെ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിച്ചാല് അവരെ ചുണ്ടുകളിലേക്ക് എന്റെ സ്തനങ്ങൾ വെച്ചാല് മുലപ്പാലില്ല, വറ്റിപ്പോയി എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. നമ്മൾ നമ്മുടെ മകളെ വിവാഹം കഴിച്ച വീട്ടിൽ ചെല്ലുമ്പോ മകള് പറയുന്നു പട്ടിണിയാന്ന് പറഞ്ഞാൽ ആ സമയത്തൊരു പിതാവിന്റെ മനസ്സെന്താണ്? പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് മകളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയും. തന്റെ മകള് പറയുന്നത് കേട്ട് അല്ലാഹുവിന്റെ റസൂല് കമീസിന്റെ പോക്കറ്റിൽ കൈയിട്ടാല് ഒരു കാരക്ക പോലും സ്വന്തമായിട്ടില്ലാത്ത മകളേക്കാൾ ദരിദ്രനായ പിതാവ് സ്വന്തം മകള് വന്നിട്ട് 1 മാസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുമ്പോ ആ സമയത്ത് കൊടുക്കാൻ ഒരു കാരക്ക പോലും പോക്കറ്റിലില്ലാതെ ദരിദ്രന്മാരിൽ ദരിദ്രനായി ജീവിച്ച പ്രവാചകൻ, നഫസീൽ ഹേ നമഅൽ സറാ തേരി ഫർശ് ഹേ വഹീ ബൂരിയാ तेरी जिस्म पाक पीक कुबा वही तार तार हजाब जा तेरी जिंदगी तेरी कमाल है तेरी जिंदगी तेरी कमाल है റസൂലുള്ളാഹി കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി കിടക്കുന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരത്തിൽ ഈ തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണാം.
ഓല വിരിച്ചിട്ടാണ് കിടക്കുന്നത്. ബെഡില്ല, കട്ടിലില്ല, കുടിലില്ല, കൊട്ടാരമില്ല. എന്ന് പറഞ്ഞാൽ കലൂർ ആരെങ്കിലും ഉണ്ടോ തെങ്ങിന്റെ മടല് താട വിരിച്ചിട്ട് കിടക്കുന്നവര്? റസൂലുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കിടന്നുറങ്ങി. റസൂലുള്ള എഴുന്നേൽക്കുമ്പോ ഓലയുടെ അടയാളം അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തിൽ കാണുമായിരുന്നു. ഇത്രയേറെ പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്നിട്ട് അള്ള എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നില്ല. രാത്രിയിൽ എന്റെ റസൂല്, എന്റെ നായകൻ എന്ത് ചെയ്തെന്നറിയോ? എല്ലാരും കടന്നുറങ്ങുമ്പോ റസൂലുള്ള ഇരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് കാലില് നീര് വെച്ചു. കാല് മുഴുവനും പൊന്താൻ തുടങ്ങി. സഹധർമ്മിണി എഴുന്നേറ്റിട്ട് മനസ്സിന് ഉറക്കം വരുന്നില്ല ആയിഷാ ബീവിക്ക്. ഇതെന്തോ ഒരു നിസ്കാരമാണ്. ആയിഷാ ബീവി ചോദിച്ചു, നബിയേ എന്തിനാണ് നബിയേ ഇത്രയേറെ നിങ്ങൾ നിസ്കരിക്കുന്നത്? എന്തിനാ? എത്ര നാളുകൊണ്ട് കേൾക്കുന്നതാണ്. റസൂലുള്ളയുടെ മറുപടി എന്താ? ആയിഷ, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവോട് നന്ദിയുള്ള അൽഹംദുലില്ലാ എന്ന് പറയുന്നവനായി മാറണ്ടേ ആയിഷ? ലലംതു സുന്നത മൻ അഹിയല്ലാമയില അനിഷ്തഖത ഖദമാ ഹുർറമിൻ വറമി. ഒന്നുമില്ലാതിരിക്കുമ്പോഴും റസൂലുള്ളാഹി ഹംദ് മുടക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഏത് കാര്യം പറഞ്ഞിട്ടാണ് അൽഹംദുലില്ലാ നാവിൽ നിന്ന് അടർത്തി മാറ്റുന്നത്? അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നവരാക്കട്ടെ. അപ്പൊ അനുഗ്രഹം പറഞ്ഞാൽ മാത്രമാണോ ചെയ്യേണ്ടത്? ആണോ? വിഷമം വരുമ്പോ പറയണം അൽഹംദുലില്ലാ, വിഷമം വരുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. ദുനിയാവിൽ നമ്മൾ ധാരാളം ദിക്ർ പറയാം. ഈ വിഷയം ഞാൻ അവസാനിപ്പിച്ചേക്കാം, സമയം വരുമ്പോൾ. സുബ്ഹാനല്ലാഹ് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. പരലോകത്ത് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒരു മുഅ്മിൻ പറയുന്ന ഏക വാക്ക് ഏതാണ്? പരലോകത്തും ദുനിയാവിലും ആഖിറത്തിലും ഒരേപോലെയുള്ള ദിക്ർ അൽഹംദുലില്ലാ മാത്രമാണ്. ഈ ദുനിയാവിൽ പറയുന്ന രണ്ട് കാര്യങ്ങളെ നാളെ മഹ്ശറയിൽ പറയും. ഒന്ന് സലാമാണ്. ദുനിയാവിൽ പറയുന്ന കാര്യമേ നാളെ പരലോകത്തും ജനങ്ങളെ തമ്മിൽ കാണുമ്പോൾ പറയുന്ന രണ്ട് കാര്യമുള്ളത്. ഒന്ന് സലാമാണ്. അല്ലാഹു സലാം വ്യാപിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. സലാം വ്യാപിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ പരലോകത്ത് പറയുമെന്ന് ഖുർആൻ. وبينهما حجاب وعلى الأعراف رجال يعرفونهم بسيماهم فنادى أصحاب الجنة أن سلام عليكم. സ്വർഗവാസികളെ കാണുമ്പോ അവര് പരസ്പരം പറയും അൻസലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഖുർആൻ ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്. സ്വർഗത്തിൽ കാണുമ്പോ സ്വർഗവാസികൾ കാണുമ്പോ പറയും അസ്സലാമു അലൈക്കും. സ്വർഗത്തിൽ വെച്ച് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? ദുനിയാവിൽ വെച്ച് എല്ലാവരോടും പറയണം. സ്വർഗത്തിൽ വെച്ച് പറയാൻ വേണ്ടി ആമീൻ പറഞ്ഞാൽ പറയാം. അതിനെന്ത് ചെയ്യണം? ഇവിടെ വെച്ച് പറയണം. ആരെ കണ്ടാലും ഒന്ന് പറ സഹോദരങ്ങളെ, സന്തോഷത്തോടെ. എന്താ നമുക്കതിന് കഴിയാത്തത്? അസ്സലാമു അലൈക്കും ഒന്ന് ചിരിക്കാൻ പാടില്ലേ? അല്ലാഹു തന്ന വലിയ അനുഗ്രഹമല്ലേ. ഒരാളുടെ മുഖത്ത് കോപം വരണമെങ്കിൽ അവന്റെ മുഖത്തെ 60 ഞരമ്പുകൾ വർക്ക് ചെയ്യണം. ഒരാളുടെ മുഖത്ത് ചിരി വരണമെങ്കിൽ ആകെ 7 ഞരമ്പ് വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഏതാ ലാഭം? ഏതാ ലാഭം? ഒന്ന് ചിരിക്കണമല്ലേ? നമുക്കെല്ലാവർക്കും ചിരിക്കാൻ വലിയ മടിയാണ്. നമുക്ക് എല്ലാവരും മുമ്പിലും ഒന്ന് ചിരിക്കും. എന്നിട്ടൊരു സത്യവിശ്വാസിയെ കണ്ട ആര് വായിക്കൊള്ളട്ടെ, നിങ്ങൾ അവനോട് പറയും അസ്സലാമു അലൈക്കും എന്ന് പറയും. നബിതങ്ങൾ പറഞ്ഞ സലാം പറയാനല്ല, അഫ്ഷു സലാമു ബൈനക, സലാമിനെ വ്യാപിപ്പിക്കാനാണ്, പറയാനല്ല, വ്യാപനമായിട്ട് പറഞ്ഞു. ഇത് കേട്ടോണ്ട് സഹാബാക്കള്, അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നൊരു സഹാബാക്കള് മസ്ജിദ് നബിയുടെ ഭിത്തിയിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. കൈ പിടിച്ചിട്ട് കൊച്ചുകുട്ടികൾ കറങ്ങണ മാതിരി കറങ്ങി വരുമ്പോ കാണുമ്പോ സലാം പറയും. തിരിച്ചെതിരെ വരുമ്പോ ഇവിടെ വെച്ച് കാണുമ്പോ സലാം പറയും. തൂണിൽ കറങ്ങിയിട്ട് സലാം പറയും. നമ്മളത് പറയണ്ടെന്ന് തീരുമാനിച്ചു. എന്തിനാണിത്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. നാളെ പരലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു വാക്കേതാണ് ദിക്ർ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാ. ഖുർആൻ. മൂന്നിനും തെളിവ് ഖുർആനാണ്. ഖുർആനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഒന്ന് പഠിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കൂലേ? ഖുർആന്റെ സദസ്സ് ഉണ്ടാകണം ഇവിടെ. ഖുർആൻ പഠിക്കണ്ടേ? നമ്മൾ അറബി ഭാഷയെ സ്നേഹിക്കണ്ടേ? അറബി ഭാഷയെ സ്നേഹിക്കണം. ഗൾഫിൽ പോകാൻ വേണ്ടി അറബി പഠിക്കൂലേ? അതുപോലെ ഖുർആൻ ഓതാൻ വേണ്ടി പഠിക്കും.
അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നി യുഹിബ്ബുൽ അറബ ലിസലാസിൻ, 3 കാരണങ്ങൾ കൊണ്ട് അറബി ഭാഷയെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അന അറബിയുൻ, ഞാൻ അറബിയാണ്, എന്റെ ഭാഷ അറബിയാണ്. വലിസാനുൽ ഖുർആനി അറബിയുൻ, ഖുർആന്റെ ഭാഷ അറബിയാണ്. വലുഗത്തു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, നാളെ സ്വർഗ്ഗവാസികളുടെ ഭാഷയും അറബിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിൽ സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. സ്വർഗത്തിൽ പോയി പഠിക്കണം, ഇൻഷാ അല്ലാഹ് പഠിക്കണം. നമ്മുടെ മാതൃഭാഷ ഏതാ? മലയാളം. ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ മാതൃഭാഷ ഏതാ? ഖുർആന്റെ ഭാഷ അല്ലേ? അറബി ഭാഷ. മാതൃഭാഷയെ സ്നേഹിക്കണ്ടേ? എൻ മകൻ ഏതു വിദേശത്തു പോകിലും നിന്മന കാമ്പിലി ഓർമ്മ വേണം. നിന്നുടെ ഭാഷതാ നിന്തറവാട്ടമ്മ, അന്യയാം ഭാഷാവിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം. എല്ലാ ഭാഷയും മനസ്സിൽ പഠിക്കും. ഇൻഷാ അല്ലാഹ് അറബി ഭാഷ പഠിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ പരലോകത്ത് അൽഹംദുലില്ലാഹ് ഇത്രയും പ്രത്യേകത എന്താ കബീർ ഉസ്താദ് എന്ന് വെച്ചാൽ ഉണ്ട്. പരലോകത്ത് ആകെ പറയുന്ന ഒരേ ഒരു ദിക്ർ അൽഹംദുലില്ലാഹ് ഖുർആൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ വല്ലാത്ത പരീക്ഷണമുണ്ട്, വിചാരണയുണ്ട്. അള്ളാഹു ഓരോരുത്തരോട് വിചാരണ ചെയ്യും. അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വതിനെയും കുറിച്ച് അള്ളാഹു കുത്തി ചോദിക്കും. ആ സമയത്ത് ചില സത്യവിശ്വാസികൾ അള്ളാഹു പറയും, അവരോട് നിങ്ങൾക്ക് വിചാരണയില്ല, നിങ്ങൾക്ക് ഹിസാബില്ല. തദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, നിങ്ങൾക്ക് ഇവിടെ വിചാരണയില്ല എന്ന സന്തോഷവാർത്ത കിട്ടിക്കഴിയുമ്പോ അള്ളാഹുവേ വലിയൊരു വിഷമം മാറിക്കിട്ടിയല്ലോ എന്ന സന്തോഷവാർത്ത അറിയുമ്പോ മലക്കുകൾ പറയും, നിങ്ങൾക്ക് ഹിസാബില്ല, വിചാരണയില്ലെന്ന് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അവര് പറയുന്ന വാക്കെന്താണ്? അള്ളാഹ് തന്നെ പറയട്ടെ, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അവര് പറയും, സൂറത്തുൽ ഫാത്തിറിൽ കാണാം, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ, അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, ഈ വലിയൊരു വിഷമം നീ ഞങ്ങൾക്ക് മാറ്റി തന്നല്ലോ. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്. അവിടെ വെച്ച് അൽഹംദുലില്ലാഹ് പറയും. ഇത് നീ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കുക, അല്ല പഠിപ്പിക്കാൻ. നീ ഇത് പറഞ്ഞ ജീവിതത്തിൽ നിത്യമായിട്ട് പറയും, എപ്പോഴും പറയും, ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, അല്ലാഹ് ഞങ്ങളോട് വലിയ കാരുണ്യമുള്ളവനാണ്. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്തി മിൻ ഫദ്ലി, അവന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളോട് സ്വർഗത്തിന്റെ ഭാഗത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവര് ചെല്ലുമ്പോ ചെന്ന് സ്വർഗത്തിന്റെ മുമ്പിലെത്തും, സ്വർഗത്തിന്റെ കവാടത്തിലെത്തും. കവാടമൊക്കെ ഇൻഷാ അല്ലാഹ് അവസാന ദിവസം നമുക്ക് പറയാം. സ്വർഗത്തിന് 7 കവാടമുണ്ട്, 7 സ്വർഗമുണ്ട്. 7 സ്വർഗം ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ പറയും. അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ പോയി ഈ ഹിസാബില്ലാതെ പോയ ആളുകൾ ഇങ്ങനെ എത്തി നോക്കും. വാതിലിക്കടെ എത്തി നോക്കുമ്പോ പടച്ചവനെ, സ്വർഗത്തിൽ എന്തൊക്കെയാ ഒരുക്കി വെച്ചിരിക്കുന്ന, സ്വർഗത്തിന്റെ പഴങ്ങള്, സ്വർഗത്തിന്റെ കട്ടിലുകൾ, സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലുകള്, ഹൂർലീങ്ങളായ സ്ത്രീകള്, പാലിന്റെ പൂട, തേനിന്റെ പൂട, കള്ളിന്റെ പൂട, അതിന്റെ എല്ലാം താഴ്ഭാഗത്തു കൂടി സുന്ദരിപ്പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസിന്റെ പോലെ തടം തള്ളി ആർത്തൊടുകുന്ന കൊച്ചരുവികള്, അവിടെ കാണുന്ന സ്വർഗത്തിന്റെ സർവ്വതും ആ വാതുക്കൽ എത്തിയിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോ ഒരു മുഅ്മിൻ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കാണുമ്പോ ആ സമയത്ത് അള്ളാഹുവിനോട് അവന്റെ നാക്ക് ചൊല്ലി പറയുന്നെന്താ? വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറഫനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നസാ ഫനിഅമ അജ്റുൽ ആമിലീൻ. വഖാലു, സ്വർഗ്ഗം കാണുമ്പോൾ മുഅ്മിനീങ്ങൾ പറയും, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. അല്ലദീ സദഖനാ വഅദാ, നീ വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. അൽഹംദുലില്ലാഹ് പറഞ്ഞ സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞതാണ്. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ വെച്ചിരിക്കുകയാണ്. അവസാനം അവര് പറയുന്നൊരു വാക്കുണ്ട്, കേട്ടുകൊള്ളുക, ഫനിഅമ അജ്റുൽ ആമിലീൻ. ജോലി ചെയ്യുന്നവന് കുറയാതെ കൂലി കറക്റ്റാക്കി കൊടുക്കുന്ന മുതലാളി നീ മാത്രമാണ് തമ്പുരാനെ.
അല്ല പറയുന്ന വാഗ്ദാനം എന്താ? അല്ലദീ സദക്കന വഅദ. അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് പറയും, അല്ലാഹുവേ നിന്റെ വാഗ്ദാനം നീ എനിക്ക് പൂർത്തീകരിച്ചു. അല്ലാഹുവേ വാഗ്ദാനം ഇൻഷാല്ലാഹ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. മാത്രമോ ഫനിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹുവേ ജോലിക്കാർക്ക് നന്നായിട്ട് കൂലി കൊടുക്കണമെന്ന് നീ മാത്രമാണ്. ദുനിയാവിലെ മുതലാളി കൊടുക്കുവോ? 6 മണിക്ക് വേർത്തൊരുമിച്ച് ഒരു എത്ര രൂപയാണ്? 420. ഒന്ന് റൗണ്ട് ചെയ്യടേ, 400, 20 കുറയ്ക്കും. എത്ര ചെയ്താലും കൂലി കൂടുതലായിട്ട് തരില്ല ദുനിയാവിൽ ആരും. അല്ലാഹുവേ ഫനിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹുവേ ദുനിയാവിൽ എപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു പ്രതിഫലം തരാമെന്ന് നീ പറഞ്ഞു. അത് കേട്ട അന്ന് മുതൽ പറയാൻ തുടങ്ങി. അഹമ്മദ് കബീർ ബാക്കവി വഅൽ പറഞ്ഞ അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങി, പടച്ചവനെ കൂലി ഒട്ടും കുറയ്ക്കാതെ സ്വർഗത്തിൽ നീ എനിക്ക് നൽകിയല്ലോ അല്ലാഹ്. ഫനിഅമ അജ്റുൽ ആമിലീൻ. റഅയ്തുല്ലാഹ അക്ബറ കുല്ലി ശൈഇ മുഹാവലതുൻ വഅക്ബറുഹും ജുനൂദാ. അവരങ്ങനെ സ്വർഗത്തിൽ കേറി സ്വർഗത്തിന്റെ സുഖങ്ങൾ മുഴുവനും, സ്വർഗത്തിലെ സുഖങ്ങൾ എന്തൊക്കെയാണ് ഖുർആൻ വെച്ച് തന്നെ ഇൻഷാല്ലാഹ് നമ്മൾ പറയും. അതുകൊണ്ടാണ് ഇപ്പൊ വിവരിക്കാത്തത്. അങ്ങനെ സ്വർഗത്തിലെല്ലാം ആസ്വദിച്ചൊക്കെ കഴിയുമ്പോ ഒരു സത്യവിശ്വാസി ഏറ്റവും അവസാനം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. ലോകത്ത് മനുഷ്യൻ ആദ്യം വന്ന് പറഞ്ഞപ്പോ അവൻ ആദ്യത്തെ വാക്ക് ഏതാ? അൽഹംദുലില്ലാഹ്. ആദം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി ഹവ്വാവിയോട് പറഞ്ഞു, യാ ആദം ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന. ആദമേ നീ നിന്റെ ഭാര്യയും കൂടെ സ്വർഗ്ഗത്തിൽ താമസിച്ചോ. ആദം നബി അല്ലാഹ് വെച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിലോട്ട് കേറി ഇങ്ങനെ നോക്കിയപ്പോ സ്വർഗ്ഗത്തിലെ എല്ലാം കണ്ടപ്പോ ആദം നബി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവ്വസ്തുതി നിനക്കാണ് തമ്പുരാനെ. ആദ്യ മനുഷ്യൻ പറഞ്ഞ ദിക്ർ ഏതാണ്? അൽഹംദുലില്ലാഹ്. സ്വർഗ്ഗവാസി ഏറ്റവും അവസാനം പറയുന്ന ദിക്ർ ഏതാണ്? അൽഹംദുലില്ലാഹ്. എല്ലാം കണ്ടു കഴിയുമ്പോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അവസാനത്തെ വാക്കും അൽഹംദുലില്ലാഹ് ആണ്. ഖുർആൻ സൂറത്ത് സാഫാത്ത്, ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദഅവാഹും ഫീഹാ, സ്വർഗ്ഗവാസികൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് സുബ്ഹാനകല്ലാഹുമ്മ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. ഓരോ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹം കാണുമ്പോഴും അവർ പറയും സുബ്ഹാനല്ലാഹ്, ഇതെന്തോ ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോ പരസ്പരം കണ്ടുമുട്ടുമ്പോ വതഹിയ്യതുഹും ഫീഹാ സലാം, അവരുടെ അഭിവാദ്യം എന്ന് പറയുന്നത് സലാമാണ്. അവര് പരസ്പരം അസ്സലാമു അലൈക്കും പറയും. വാഖിറു ദഅവാഹും വാഖിറു ദഅവാഹും വാഖിറു ദഅവാഹും, അവരുടെ ഏറ്റവും അവസാനത്തെ വാക്ക് അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക രക്ഷിതാവേ നിനക്കാണ് തമ്പുരാനെ. ഇത് പറയുന്നോട് അവസാനത്തെ വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യത്തെ വാക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എപ്പോഴും പറയൂലേ? ഇൻഷാ അല്ലാഹ് എപ്പോഴും പറയൂലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴാ പറയേണ്ടത്? അല്ലാഹ് അനുഗ്രഹം ചെയ്യുമ്പോഴല്ല, പിന്നെയോ ദുഃഖം വരുമ്പോഴും. അല്ലാഹ് പറഞ്ഞ വാഗ്ദാനം എന്താണെന്നറിയണ്ടേ? وعن أبي موسى الأشعري رضي الله عنه أنه قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവനൊരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രനെ അയാൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി, നിങ്ങളുടെ ഏറ്റവും സ്നേഹിച്ച നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി. അത് കേൾക്കേണ്ട താമസമാ. മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മനുഷ്യനെ ഏറ്റവും സ്നേഹിക്കണം, മകൻ മരണപ്പെട്ടു എന്ന് വന്ന് പറഞ്ഞു. മോൻ ഗൾഫിലാണ്, മകൻ മരിച്ചു കേട്ടോ. അയാൾ കേട്ടോണ്ട് എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അല്ലാഹുവേ നാളെ നീ എനിക്ക് ക്ഷമയ്ക്ക് പകരം നാളെ സ്വർഗം തരുമെന്ന് ഓർത്തിട്ടാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്. ക്ഷമിച്ചാല് സ്വർഗം കിട്ടും. അവിടെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാ എന്ത് പറയണം? നമ്മൾ സാധാരണ പള്ളിയിൽ മരണം വിളിച്ചു പറയുമ്പോൾ ആദ്യം പറയണതാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. ആദ്യം എന്ത് പറയണം? ഒരു മുഅ്മിനാണെങ്കിൽ യഥാർത്ഥ വിശ്വാസം തവക്കലുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് പറയണം.
പള്ളിയിലെ മോദി സാഹിബ് പറഞ്ഞേക്കല്ലേ, മരിച്ച ലിസ്റ്റ് കൊണ്ടേ കൊടുത്ത് മൈക്കി കൊട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മുടെ ഇന്ന ആള് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ തീർന്നതോടെ. അതുകൊണ്ട് മോദി സാഹിബ് ഒഴിച്ച് മോദി സാഹിബ് പയ്യെ പറഞ്ഞിട്ട് ഇന്നാലില്ല പറഞ്ഞോളി. ആ മനുഷ്യൻ പറയുകയാണ്, മകൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോ അയാളുടെ വായിൽ നിന്ന് വന്ന ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ്. അതിനുശേഷമാണ് ഇസ്തിർജാഅ് പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. ആദരവായ റസൂലുള്ളാഹി പറയുകയാണ്, വിശ്വസിക്കാം, ഈ രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് 2.5 മണിക്കൂറിന് ശേഷം പിരിയുമ്പോ ഇത് പറയുന്നത് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, അസത്യത്തിന്റെ ലാഞ്ചന പൊൻചമ്പകപ്പൂ തേനിതൾ അതരങ്ങളിൽ നിന്ന് വന്നിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്, അവരുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. അയാൾ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതൊരു വല്ലാത്ത പറച്ചില് തന്നെ. എത്രയാണ് ഇതിന് പ്രതിഫലം എഴുതേണ്ടത്? അവർക്ക് തർക്കമായി. ഈ വാക്കിന് എഴുതേണ്ട പ്രതിഫലം എന്താണ്? ആ 2 മലക്കുകളും കൂടി പറഞ്ഞു, അല്ലാഹുവോട് ചോദിക്കാം. അവർ അല്ലാഹുവിന്റെ അടുക്കലോട്ട് ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ ഒരു അടിമ, നിന്റെ ഒരു പരീക്ഷണം വന്നപ്പോ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എത്ര പ്രതിഫലം എഴുതണമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല തമ്പുരാനെ. ഈ സദസ്സിന്റെ അവസാനം ഞാൻ പറയുകയാണ്, അള്ളാന്റെ മലക്കുകൾ പോലും പ്രതിഫലം എത്ര എഴുതണമെന്നറിയാതെ തരിച്ചിരുന്നു പോകുന്ന ഒരു ദിക്റുണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാഹ്. ഇത് ചെറിയ വാക്കല്ല. മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകും എത്ര എഴുതണമെന്ന്. അള്ളാഹു അവരോട് ചോദിക്കും, ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് പറയുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി പറയുന്നു, വഹുവ അഅലമു മിമ്മാ യുഖാലു. അവൻ എന്താന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം. അതൊന്നുകൂടി കേൾക്കാൻ വേണ്ടി റബ്ബ് ചോദിക്കും, അയാൾ എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ, ആ മനുഷ്യൻ ഹമിദക ഫസ്തർജഅ. ആദ്യം അവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു, പിന്നീട് അവൻ ഇന്നാലില്ല പറഞ്ഞു. ഞങ്ങൾ എത്ര പ്രതിഫലം എഴുതണം അല്ലാഹുവേ? ആ സമയം നിങ്ങൾ അവന്റെ എഴുതണ്ട. അവൻ പറഞ്ഞ ആ ഹംദ് അൽഹംദുലില്ലാഹ് എന്ന വാക്ക് അവന്റെ നന്മ തിന്മകൾ എഴുതുന്ന കിതാബില് അവൻ ഇന്ന സമയത്ത് ഇന്ന ഹംദ് പറഞ്ഞു എന്നങ്ങ് എഴുതി വെച്ചിട്ട് നിങ്ങൾ പോയിക്കൊള്ളുക. അവൻ മരണശേഷം എന്റെ മുമ്പിൽ വരട്ടെ. ആ സമയത്ത് ഞാൻ അവന്റെ ആ അൽഹംദുലില്ലാഹയുടെ പ്രതിഫലം ഞാൻ അവന് നേരിട്ട് കൊടുത്തുകൊള്ളാം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹ് പറയും, നിങ്ങൾ അൽഹംദുലില്ലാഹ് അവന്റെ ഏടിലങ്ങ് എഴുതി വെച്ചേരെ. അവൻ മരണശേഷം എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ അവനുള്ള പ്രതിഫലം അവന് നേരിട്ട് നൽകിക്കൊള്ളാം. ഒരൽഹംദുലില്ലാഹ് എപ്പോ പറഞ്ഞ? ദുഃഖം വരുമ്പോ പറഞ്ഞു. ഞാനീ പറയുന്നത് അനുഗ്രഹം കിട്ടുമ്പോഴല്ല, ദുഃഖം വരുമ്പോ പറഞ്ഞ അതിന്റെ പ്രതിഫലം എന്താ? അല്ലാഹ് പറയും, അവനിങ്ങ് നേരിട്ട് വരട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ സഹോദരങ്ങളെ? നമ്മൾ കച്ചവടക്കാരൻ അല്ലേ? കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ലാഭത്തെ കുറിച്ച് ചിന്തിക്കുന്ന സാഹിത്യകാരന്മാരൊക്കെ എഴുതൂലേ, ഇത്